അങ്ങനെ ചോദിക്കുന്നത്. കാരണം ഇവിടെ അങ്ങനെ സംഭവം ഉണ്ട്, നെറ്റിന്റെ പ്രോബ്ലം ഉണ്ട്. അതാ ഇപ്പൊ കറണ്ട് പോയിരിക്കുകയാണ്. റെക്കോർഡിംഗ് സ്റ്റാർട്ടായി. അപ്പൊ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോ, തുടങ്ങിക്കോ ഇൻഷാ അല്ലാ. ജസാക്കുമുല്ലാഹ്. بسم الله، الحمد لله، الحمد لله رب العالمين، حمدا كثيرا طيبا مباركا فيه. اللهم صل على محمد وعلى آل محمد وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. الله أكبر كبيرا والحمد لله كثيرا وسبحان الله بكرة وأصيلا. اللهم فانفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. فنعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله. അള്ളാഹുവിൻ്റെ മഹത്തായ ഫദ്ല് കൊണ്ട് നമ്മുടെ ഖുർആൻ പഠനത്തിനൊരു എളുപ്പവഴി യൂണിറ്റ് 3 നമ്മൾ കടക്കുകയാണ്. അൽഹംദുലില്ലാ. ഇതുവരെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ. സെക്ഷൻ 2 കഴിഞ്ഞതോടുകൂടി നമുക്ക് ഖുർആനിലെ 9000-ൽ പരം, അല്ലെ, 10,000-അടുക്കെ 9000-ൽ ചില്ലുവാനം വാക്കുകൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അൽഹംദുലില്ലാ. അടുത്ത സൂറത്ത് ഫാത്തിഹയിലെ അവസാന ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ്. അൽഹംദുലില്ലാ. എല്ലാവർക്കും ക്ലിയർ ആണല്ലേ ഇതുവരെ പഠിച്ച ഭാഗങ്ങള്? നമ്മൾ അടുത്ത യൂണിറ്റിലേക്ക് കടക്കുകയാണ്. അൽഹംദുലില്ലാ, ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പൊ നമ്മളിവിടെ പഠിച്ചു വന്നത് സൂറത്ത് ഫാത്തിഹയുടെ പ്രധാനപ്പെട്ട, അല്ലെ, അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. നമ്മൾ ആദ്യം നിയ്യത്ത് പുതുക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി അള്ളാഹുവിന്റെ വജഹിനെ പ്രതീക്ഷിച്ചുകൊണ്ട്, അല്ലെ, നമ്മൾ പഠനം ആരംഭിക്കുകയാണ്. ഖുർആൻ പഠനം ആരംഭിക്കുന്നു. നമ്മൾ നിയ്യത്ത് ചെയ്തു. തുടർന്ന് അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും കാവൽ തേടിക്കൊണ്ടും നമ്മളത് ആരംഭിക്കുകയാണ്. പിന്നെന്താണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അല്ലെ, അള്ളാഹുവിന്റെ നാമത്തിൽ, പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ നമ്മൾ ആരംഭിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ നമ്മൾ പറഞ്ഞു അർ റഹ്മാനിർ റഹീം, അർ റഹ്മാൻ മാലിക് യൗമിദ്ദീൻ, അല്ലെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനെ നമ്മളെന്താണ് സ്തുതിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർ റഹ്മാനിർ റഹീം. അള്ളാഹു എങ്ങനെയുള്ളവനാണ്? കാരുണ്യവാനും കരുണാനിധിയുമാണെന്ന് പറഞ്ഞു. പിന്നെന്താണ്? മാലിക് യൗമിദ്ദീൻ, മാലിക് യൗമിദ്ദീൻ എന്താണ്? പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനാണ്, അല്ലെ, മാലിക് യൗമിദ്ദീൻ. എന്നിട്ട് നമ്മൾ പറഞ്ഞു ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, അല്ലാഹു പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനുമാണ്. മാത്രമല്ല അതുകൊണ്ട് നമ്മൾ എന്ത് വേണം? അല്ലാഹുവേ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. തുടർന്ന് നമ്മൾ പറഞ്ഞു ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. എന്താണ് പറയുന്നത്? ഇഹ്ദിന. അപ്പൊ നമുക്ക് എങ്ങനെയാണ് നമ്മൾ അള്ളാഹുവിനെ ആരാധിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ അള്ളാഹുവിനോട് സഹായം തേണ്ടതൊക്കെ ചോദിക്കണം. എങ്ങനെ വേണം? അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ഞങ്ങളെ നീ നേരായ മാർഗത്തിൽ നയിക്കണമേ. നമുക്ക് നോക്കാം. ഇഹ്ദിന എന്താണ്? ഇഹ്ദിന നീ നയിക്കണമേ, അസ്സിറാത്ത മാർഗം, അൽ മുസ്തഖീം നേരായ മാർഗം. അപ്പൊ ഞങ്ങളെ നീ നേരായ മാർഗത്തിൽ നയിക്കണമേ. അപ്പൊ ഇയ്യാക നഅ്ബുദു, ഞങ്ങൾ നിന്നെ മാത്രം ആരാധിക്കുകയും വഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു, അല്ലെ. അപ്പൊ ആ വഴി എങ്ങനെ ഉള്ളതായിരിക്കണം, അല്ലെ. അപ്പൊ എങ്ങനെ ആയിരിക്കണം നമ്മൾ ആരാധിക്കേണ്ടത്? അള്ളാഹുവിനോട് എങ്ങനെ നമ്മൾ സഹായം അഭ്യർത്ഥിക്കണം എന്ന് നമ്മൾ തുടർന്ന് അള്ളാഹുവിനോട് ചോദിക്കുകയാണ്. നീ തന്നെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, അല്ലെ. ഇഹ്ദിന നീ നയിക്കണമേ. ഹിദായത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഹിദ, ഹ, ദ, ഹ, ദാൽ, യ.
ഹിദായത്ത് എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെയാണ് ഇഹ്ദിന, ഞങ്ങളെ നീ നയിക്കണമേ. ഇഹ്ദിന, എല്ലാരും കേൾക്കുന്നുണ്ടല്ലോ. ഇഹ്ദിന, നീ ഞങ്ങളെ നയിക്കണമേ. സിറാത്ത, പാത അല്ലെങ്കിൽ മാർഗം. അൽ മുസ്തഖീം, നേരായ മാർഗത്തിൽ ഞങ്ങളെ നീ നയിക്കണമേ. ഇഹ്ദിന അസ്സിറാത്തൽ അൽ മുസ്തഖീം. അപ്പൊ അൽ സിറാത്തക്ക് അൽ ചേർന്നിട്ടുണ്ട്. അസ്സിറാത്ത അൽ മുസ്തഖീം ഉണ്ടോ? അപ്പൊ ആ പ്രത്യേകമായ പാത അല്ലെ, ഒരു ശരിയായ ഒരു പാത, നേർമാർഗത്തിന്റെ പാത കാണിച്ചു തരേണ്ടതുണ്ട്. അപ്പൊ അതാണ് പറഞ്ഞത് യഹ്ദിന. അപ്പൊ അതെന്തായിരിക്കണം? എല്ലാ രീതിയിലും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലെ, ഒന്നൊന്നല്ല എല്ലാ മേഖലകളിലും, അത് ഓരോ മേഖലകളിലും, ജീവിതത്തിന്റെ സർവ്വ മേഖലകളിലും നീ ഹിദായത്ത് കാണിച്ചു തരണമേ. അപ്പൊ ആ മാർഗം എങ്ങനെയുള്ളതായിരിക്കണം? മനസ്സിലായോ? ആ മാർഗം ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, അത് എങ്ങനെയുള്ളതായിരിക്കണം? സിറാത്തല്ലദീന, ആ പാത, സിറാത്ത പാത, അല്ലദീന ഒരു കൂട്ടർ, അല്ലദീന ഒരു കൂട്ടർ, നീ അനുഗ്രഹം ചെയ്തു. ഞാനിത് പറഞ്ഞിട്ട് എല്ലാവരെ കൊണ്ട് പറയിപ്പിക്കാമേ. ആദ്യം ഇതെന്താണെന്ന് പറഞ്ഞിട്ട്, സിറാത്ത മാർഗം, അല്ലദീന ഒരു കൂട്ടർ, അല്ലെങ്കിൽ ആരെല്ലാമാണോ അവർ, അൻഅംത നീ അനുഗ്രഹം ചെയ്തു. അൻഅംത, നിഅമത്ത് അറിയാലേ, നിഅമ. അപ്പൊ അൻഅംത നീ അനുഗ്രഹം ചെയ്തു, അലൈഹിം അവരുടെ മേൽ, സിറാത്തല്ലദീന അൻഅംത അലൈഹിം. അപ്പൊ അള്ളാഹു ഒരു കൂട്ടരെ മേൽ അനുഗ്രഹം ചെയ്തു അല്ലെ, അനുഗ്രഹിച്ചു. അവർ ആരാണ് അല്ലെ? അൻഅംത അലൈഹിം, അവരുടെ മേൽ. പിന്നെ എങ്ങനെ ആവരുത്? ഗൈറുൽ മഗ്ദൂബി. അപ്പൊ ആദ്യം നമുക്കറിയണം ആരെയാണ് അള്ളാഹു ഈ അനുഗ്രഹിച്ചവർ. ആ അനുഗ്രഹിച്ചവർ എന്ന് പറയുന്നത് സൂറത്ത് നിസായിലെ 69-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, ومن يطع الله والرسول فاولئك مع الذين انعم الله عليهم من الصالحين من النبيين والصديقين والشهداء. അങ്ങനെ ഒരു ആയത്തിൽ വരുന്നുണ്ട്. എന്താണ്? അള്ളാഹു നീ അനുഗ്രഹിച്ചവർ എന്ന് പറഞ്ഞാൽ ومن يطع الله, അള്ളാഹുവിനെയും റസൂലിനെയും ആരാണോ അനുസരിച്ചത്, فاولئك مع الذين انعم الله عليهم, അവരെ നീ ആരോട് ചേർക്കുമെന്നാണ്? സിദ്ദീഖീങ്ങൾ, നബിയീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അപ്പൊ നബിമാർ, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ, ഇങ്ങനെ അള്ളാഹു അനുഗ്രഹിച്ച കുറെ കാറ്റഗറി ഉണ്ടല്ലേ, ആൾക്കാരുണ്ട്. അവരുടെ കൂട്ടത്തിൽ അവരോടൊപ്പം ഞങ്ങളെ, അപ്പൊ അവരുടെ മേലാണ് അള്ളാഹു അനുഗ്രഹം ചെയ്തത്. അപ്പം വമൻ യുതിഇല്ലാഹ വറസൂല, അപ്പം ഞങ്ങളെ നീ ആ പാതയിലാണ് ഞങ്ങളെ നീ നയിക്കേണ്ടത്. നബിമാരുടെ, സിദ്ദീഖീങ്ങളുടെ, ഷഹദാക്കളുടെ, സ്വാലിഹീങ്ങളുടെ. ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അല്ലെ? കാരണം എന്താ? നബിമാരാണ് നമുക്ക് വഴികാട്ടിയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് അയച്ചത് അല്ലെ, ആദൻ നബി മുതൽ. കാരണം ആദൻ നബിയെ സ്വർഗത്തു നിന്നും പുറത്താക്കിയല്ലേ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം. കാരണം എല്ലാവർക്കും അറിയാം അല്ലെ, പിശാചിന്റെ ഇടപെടൽ മൂലമാണ് അല്ലെ ആദൻ നബിയെ സ്വർഗത്തു നിന്നും പുറത്താക്കുന്നത്. അപ്പൊ ആ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. എന്നിൽ നിന്നും ഒരു മാർഗദർശനം എത്തിയാൽ, അള്ളാഹു പറഞ്ഞതാണ്. അപ്പൊ അതിനെ ആരാണോ പിൻപറ്റുന്നത്, അപ്പൊ ആ കാലം മുതൽക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരേക്കും അല്ലെ, എല്ലാ പ്രവാചകന്മാരിലൂടെയും വേദഗ്രന്ഥങ്ങളിലൂടെയും നമുക്ക് ആ പാത, ഹിദായത്തിന്റെ പാത കാണിച്ചു തന്നിട്ടുണ്ട് അല്ലെ, തന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇത് ഫൈനലാണ് ഖുർആനിലൂടെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്നത്. അപ്പൊ വേദഗ്രന്ഥങ്ങൾ നമുക്ക്, ഈ ഖുർആന് മുന്നേ വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുന്നേയും ധാരാളക്കണക്കിന് പ്രവാചകന്മാർ ഈ ഭൂമിയിൽ വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ അവരെയൊക്കെ ആരാണോ, നിങ്ങൾ ആരെയാണോ, അള്ളാഹുവിനെയും ആരെയൊക്കെയാണോ നിങ്ങൾ, ആ പ്രവാചകന്മാരെ, ആ ദൂതന്മാരെ നിങ്ങൾ ആരൊക്കെ അനുസരിക്കുന്നുവോ അവർക്കുള്ളതാണ് സിറാത്തുൽ മുസ്തഖീം അല്ലെ, ആ പാത. അപ്പൊ അനുസരിക്കുന്നവർക്കാണ് ആ സിറാത്തുൽ മുസ്തഖീം. അപ്പൊ നീ അനുഗ്രഹം ചെയ്തു എന്ന് പറഞ്ഞത് ആരെയൊക്കെയാണ്? നബിമാർ, സിദ്ദീഖീങ്ങൾ, ഷുഹദാക്കൾ, സ്വാലിഹീങ്ങൾ അല്ലെ. അപ്പൊ അവരെ നീ അനുഗ്രഹിച്ചു, അവരുടെ പാതയിൽ ഞങ്ങളെ നീ നയിക്കണമേ. സിറാത്തല്ലദീന അൻഅംത അലൈഹിം, എല്ലാവർക്കും മനസ്സിലായ? സിറാത്ത മാർഗം, അല്ലദീന ഒരു കൂട്ടർ. ഒരാളൊന്ന് മ്യൂട്ട് മാറ്റിയിട്ട് ഒന്ന് പറഞ്ഞേ, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം.
മ്യൂട്ടിലാണോ എല്ലാരും? ഇഹ്ദിന അല്ല. ഞങ്ങളെ നയിക്കണമേ. ഞങ്ങളെ നീ നയിക്കണമേ. നയിക്കണമേ. ഇഹ്ദിന ഞങ്ങളെ നീ നയിക്കണമേ. അസ്റാത്ത എന്താണ് സുറാത്ത? മാർഗത്തില്, മാർഗം അല്ലെ? അൽ മുസ്തഖീം നേരായ മാർഗത്തിൽ. അപ്പൊ നേരായ പാതയിൽ അല്ലെ? നേരായ മാർഗത്തിൽ, നേരായ പാതയിൽ ഞങ്ങളെ നീ നയിക്കണമേ. ഇത് അർത്ഥം എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? ഇഹ്ദിന ഒന്നുകൂടെ നിങ്ങൾ ആവർത്തിച്ച് പറയണേ ഞാൻ പറയുമ്പോ. ഇഹ്ദിന ഞങ്ങളെ നീ നയിക്കണമേ. ആ സുറാത്ത പാതയിൽ അല്ലെ? ആ ആലിഫ്ലാം ചേർന്നുണ്ടോ? ആ സുറാത്ത്, ആ പാത എന്ന് പറയുന്നത് വളരെ പ്രത്യേകതയുള്ള അല്ലെ? സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പാതയാണ്. ആ സുറാത്ത അൽ മുസ്തഖീം. അൽ മുസ്തഖീം കേട്ടില്ലേ? ഇസ്തിഖാമത്തോടു കൂടി നിൽക്കാന്ന്. അതാണ് ആ വേർഡ്, അതാണ് മുസ്തഖീം, നേരായ മാർഗത്തിൽ അല്ലെ? നേരായ മാർഗത്തിൽ ഞങ്ങളെ നീ നയിക്കണമേ. വേറൊരാൾ അർത്ഥം പറഞ്ഞേ, പറയാത്തൊരാൾ പറഞ്ഞേ. കേട്ടില്ല, പറയുകയാണോ? ഈ വാക്കുകളൊന്നും ഇനി മറക്കരുത്, അതിനാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത് കേട്ടോ. ഇഹ്ദിന ഞങ്ങളെ നീ നയിക്കണമേ. നേരായ മാർഗത്തിൽ. അസ്റാത്തൽ മുസ്തഖീമാണ്, നേരായ മാർഗത്തിൽ ഞങ്ങളെ നീ നയിക്കണം. അത് എന്തായിരിക്കണം? ആത്മീയമാവും ഭൗതികപരമായും ചിന്താപരമായും എല്ലാം, ഏതൊക്കെ രീതി നമ്മൾ വ്യക്തിപരമായും കുടുംബപരമായും സാമൂഹികമായി എല്ലാ തരത്തിലും അല്ലെ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാ രീതിയിലും നമ്മളെ ഹിദായത്തിലാക്കേണ്ടതുണ്ട് അല്ലെ? ഒന്നിലല്ല, നമ്മുടെ ജീവിതം മുഴുവനും അള്ളാഹുവിന്റെ നേരായ മാർഗത്തിലാകേണ്ടതുണ്ട് അല്ലെ? അപ്പം ഏറ്റവും വലിയൊരു പ്രാർത്ഥനയാണ് അല്ലെ? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. ഇഹ്ദിന ഞങ്ങളെ നീ നയിക്കണമേ. വെറും ഒരു നയിക്കണമേ എന്നല്ല അല്ലെ? ഞങ്ങൾക്ക് ആ വഴി ഞങ്ങൾക്ക് കാണിച്ചു തരികയും ഞങ്ങളെ അതുവഴി നടത്തിക്കുകയും അതുവഴി ആ ലക്ഷ്യത്തിൽ കൊണ്ടെത്തിക്കുകയും ചെയ്യണമേ. വെറും ഒരു ഇഹ്ദിന അല്ല അല്ലെ? ഇഹ്ദിന എന്ന് പറയുമ്പോ നേരെ ഇപ്പൊ നമ്മളിപ്പോ ഒരു യാത്ര ചെയ്യാണ്, വഴി അറിഞ്ഞുകൂടാതെ നമ്മൾ റോഡില് നമ്മൾ വാഹനം നിർത്തിയിട്ട് ഒരാളോട് ചോദിക്കുകയാണ്. ഒരാൾ പറയണം നിങ്ങളിതാ റൈറ്റ് എടുത്ത് ലെഫ്റ്റ് എടുത്ത് നേരെ പോയാൽ മതി എന്ന് പറയുന്നതും, വേറൊരാൾ പറയണില്ല ഞാൻ കൂടെ വരാം, ഞാൻ മുന്നിൽ വണ്ടിയിൽ വരാം, നിങ്ങൾ പുറകിൽ വന്നോളാം, ഞാൻ വാഹനത്തിൽ മുന്നിൽ വന്നോളാം, നിങ്ങൾ പുറകിൽ വരികയെന്ന് പറയുമ്പോൾ നമ്മൾ കുറെ കൂടെ ഒന്ന് സേഫ് ആകും അല്ലെ? ആ വഴി കൊണ്ട് കാണിച്ച് ആ സ്ഥലത്ത് എത്തിച്ചു തരുമ്പോ ഒരു പ്രത്യേകത ആണല്ലേ? എന്നതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വഴി കാട്ടിത്തരികയും ആ റൂട്ടിൽ എങ്ങനെയാണ് എത്തേണ്ടത് എന്നുള്ളത് അല്ലെ കറക്റ്റായിട്ട് നമ്മളെ കൊണ്ട് എത്തിക്കുക അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വഴി കാണിച്ചു തരികയും ചെയ്യണം. സുബ്ഹാനല്ലാഹ് കേട്ടോ. അപ്പൊ ഒരു വഴി ശരിക്ക് നേരായ ആ മാർഗത്തിൽ നമ്മളെ കൊണ്ടെത്തിക്കുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വഴിയിലൂടെ നമ്മളെ നടത്തിക്കുകയും ചെയ്യും. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. അപ്പോ പറയാണ് തുടർന്ന് എന്താണ്? ആ പാത എങ്ങനെ ആയിരിക്കണമെന്നാണ്? സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. നീ അനുഗ്രഹിച്ചവരുടെ പാതയിലായിരിക്കണം അല്ലെ? അല്ലാഹുവേ, നീ അനുഗ്രഹിച്ച ഒരു കൂട്ടരുണ്ട്. ആരൊക്കെയാണ് കൂട്ടർ നമ്മൾ പറഞ്ഞത്? ഒന്ന് പറഞ്ഞേ. സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, നബിമാർ, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ അല്ലെ? അങ്ങനെ കുറച്ച് ലിസ്റ്റ് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പോ നമുക്ക് എന്തായിരിക്കണം? ആ ഹിദായത്തിന്റെ പാത നാഫിയായ ഇൽമോട് കൂടിയായിരിക്കണം അല്ലെ? അപ്പോ ഹിദായത്ത് ഇൽമിയ, ഹിദായത്തുൽ അമലിയ, ഇപ്പൊ രണ്ടും വേണം. അറിവും വേണം, അതനുസരിച്ചുള്ള പ്രവൃത്തിയും വേണം അല്ലെ? അപ്പൊ എങ്ങനെ ആയിരിക്കണം ആ പാത എന്ന് കാണിച്ചു തരികയാണ്. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. നീ അനുഗ്രഹിച്ചവർ ആരാണോ അവരെല്ലാം, നീ അനുഗ്രഹം ചെയ്തവരുടെ ആ പാതയിലായിരിക്കണം. പിന്നെ ഏതായിരിക്കരുത്? നോക്കിയേ, അല്ലദീന ഒരു കൂട്ടർ, ആരെല്ലാമാണോ അവർ, അല്ലദീ ഒരുവൻ, അതിന്റെ ബഹുവചനം അല്ലദീന, അല്ലദീ ഒരുവൻ, അല്ലദീന ഒരു കൂട്ടർ. ക്ലിയർ ആണോ എല്ലാവർക്കും? അല്ലദീന നമ്മൾ പറയാറുണ്ടല്ലേ? അല്ലദീന ബഹുവചനമാണ്, ആരെല്ലാമാണോ അവർ. അലൈഹിം, അല പ്ലസ് ഹും ആണ്. അത് നമ്മൾ വഴിയെ പഠിക്കുക എങ്ങനെയാണ്. അല എന്നുള്ള വേർഡ് 1423 പ്രാവശ്യം ഖുർആനിൽ വന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അല്ലദീന 1080 പ്രാവശ്യം ഉണ്ടോ? ഈ ഒരു വാക്ക് നമ്മൾ ഇനി മറക്കോ? അല്ലദീന നമ്മൾ എപ്പോഴും പറയാറുള്ളതാണല്ലേ? ഓരോ ആയത്തുകളിലും ദുആകളിലും ഒക്കെ വരുന്ന ഒരു വേർഡാണ് അല്ലദീന. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് നമുക്ക് നോക്കാം. ആര് അല്ലാത്ത,
അല്ലാത്ത ആരെ പോലെ ആകരുത് എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഗൈറിൽ മഗ്ദൂബി അലൈഹിം. ഗൈർ എന്ന് പറഞ്ഞാൽ അല്ലാത്ത, ഒഴികെ എന്നുള്ളതാണ്. ഗൈർ അല്ലാത്ത, മഗ്ദൂബി കോപത്തിനിരയായവരുടെ. ഓദബ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ, കോപം, അള്ളാഹുവിന്റെ കോപം, ഓദബ്. മഗ്ദൂബി കോപത്തിനിരയായവരുടെ. അപ്പൊ അള്ളാഹു ആരോടോ കോപിച്ചു അല്ലെ, നമുക്ക് നോക്കാം. ഗൈറുൽ മഗ്ദൂബി കോപത്തിനിരയായവരുടെ അല്ലാത്ത, അലൈഹിം അവരുടെ മേൽ, വലദ്ദാലീൻ വാവ് ആൻഡ് ആണ്, ലാമ് അല്ല ഇല്ല എന്നുള്ളതാണ്. വലീൻ വഴി പിഴച്ചവർ. കണ്ടോ, വാലുൻ വലീൻ. എല്ലാരും ശ്രദ്ധിച്ചേ, വാലുൻ വലീൻ. വാലുൻ വഴി പിഴച്ചവൻ, വലീൻ വഴി പിഴച്ചവർ. നമ്മൾ പറഞ്ഞില്ലേ ആലം, ആലമീൻ എന്ന് പറഞ്ഞില്ലേ, അതുപോലെ. ഓക്കെ, വലീൻ. അപ്പം വഴി പിഴച്ചവരുടെയും മഗ്ദൂബി കോപിക്കപ്പെട്ടവരുടെയും അല്ലാത്ത മാർഗത്തിൽ ഞങ്ങളെ നീ നയിക്കണമേ. എന്താണ് മനസ്സിലായത്? കോപിക്കപ്പെട്ടവർ, വഴിപിഴച്ചവർ. ആരാണ് ഈ കോപിക്കപ്പെട്ടവർ? അള്ളാഹു കുറച്ച് ആൾക്കാരെ കോപിച്ചു അല്ലെ, അവരോട് കോപിക്കപ്പെട്ടു അല്ലെ, കുറെ പേരെ വഴിപിഴപ്പിച്ചു അള്ളാഹു. വഴി പിഴച്ചവരാണ്. അതുകൊണ്ട് അള്ളാഹു എന്ത് ചെയ്തു? അവരെന്താക്കി? നിന്ദ്യതയും പതിതരുമാക്കി. ഒരു കാലത്ത് അവർക്ക് രക്ഷയില്ല അല്ലെ. ആ ഒരു കൂട്ടരെ പറ്റി അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലുടനീളം ചരിത്രങ്ങളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ കോപത്തിനിരയവർ എന്ന് പറയുന്നത് ജൂതന്മാരാണ്, വഴിപിഴച്ചവർ എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളുമാണ്. പൊതുവിൽ അവരെ ബനൂ ഇസ്രായേൽ എന്നാണ് വിളിക്കപ്പെടുന്നത്. ഞാൻ മുൻപ് പറഞ്ഞു പോയി എന്ന് വിചാരിക്കുന്നു, എന്നാൽ ഒന്നുകൂടെ പറയാം. ആരാണ് ജൂതന്മാർ, ക്രിസ്ത്യാനികൾ? നിങ്ങൾക്ക് അറിയാവുന്ന വിഷയമായിരിക്കും, എന്നാൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിട്ട് ഗ്രാമർ. അതാദ്യം ഗ്രാമർ പറയണോ, ഇത് കുറച്ച് പറഞ്ഞിട്ട് പോകണോ? എന്താണ് നിങ്ങളുടെ താല്പര്യം? ആരെങ്കിലും ഒരാൾ മ്യൂട്ട് മാറ്റിട്ട് പറയും. ജസ്റ്റ് പറഞ്ഞിട്ട് പോവാ അല്ലെ. അപ്പൊ അള്ളാഹു കുറച്ച് കൂട്ടരെ അല്ലെ, അള്ളാഹു അവരോട് കോപിച്ചു അല്ലെ, വഴിപിഴച്ചു. അതായത് ബനൂ ഇസ്രായേൽ എന്നറിയപ്പെടുന്നത് ജൂതന്മാരും ക്രിസ്ത്യാനികളുമാണ്. അപ്പൊ അവർ ആരാണെന്ന് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. അതായത് ഖുർആൻ അവതരിപ്പിക്കുന്നതിന് മുന്നേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ വേറെ കുറെ വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് അല്ലെ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാ? തൗറാത്ത്, സബൂർ, ഇൻജീൽ അല്ലെ. തൗറാത്ത് ആർക്കാ അവതരിപ്പിച്ചത്? ഓർമ്മയുണ്ടോ എല്ലാവർക്കും? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. സബൂർ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഇൻജീൽ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലെ. അപ്പൊ ഈ വേദഗ്രന്ഥങ്ങളും ധാരാളം പ്രവാചകന്മാരും വന്നത് ബനൂ ഇസ്രായേലിലാണ്. അതായത് നമ്മുടെ പ്രവാചക വംശ പരമ്പര ആരംഭിക്കുന്നത്, ശ്രദ്ധിച്ചോളെ, ഇത് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ആണ്. നമ്മുടെ പ്രവാചക വംശ പരമ്പരയുടെ പിതാവ് ആരാണ്? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. എല്ലാരും കേൾക്കുന്നുണ്ടോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഇബ്രാഹിം നബിക്ക് 2 മക്കളാണ്, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഇസ്മായിൽ, ഇസ്ഹാഖ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോ അതിൽ ഇസ്ഹാഖ് നബിയുടെ വംശ പരമ്പരയിൽ, അതായത് ഇസ്ഹാഖ് നബിയുടെ മകൻ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് യൂസുഫ് നബി അടക്കം 12 മക്കളാണ്. അപ്പൊ ഈ യാക്കൂബ് നബിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ചെല്ല പേരിട്ട് വിളിച്ചു അല്ലെ, ഒരു വാത്സല്യത്തിൽ വിളിച്ചൊരു പേരാണ് ഇസ്രായേൽ. യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മറ്റൊരു പേരാണ് ഇസ്രായേൽ. ഹിബ്രു ഭാഷയിൽ ഇസ്രായേലിന്റെ അർത്ഥം അറിയോ? അള്ളാഹുവിന്റെ അടിയാൻ എന്നാണ്. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പൊ ഇബ്രാഹിം നബിയെ അള്ളാഹു വിളിച്ച എന്താ പേര് വിളിച്ച്? അള്ളാഹുവിന്റെ ചങ്ങാതി എന്നല്ലേ, ഖലീലുള്ളാഹ് അല്ലെ. അപ്പൊ ആ ഇബ്രാഹിം നബിയുടെ വംശ പരമ്പരയിൽ, അതായത് ഇസ്ഹാഖ് നബിയുടെ മകൻ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകൻ യൂസുഫ് നബി അടക്കം 12 പുത്രന്മാർ, അവരുടെ വംശ പരമ്പര, അവരുടെ പരമ്പര ഇങ്ങനെ പെറ്റുപെരുകയാണ്. എന്താണ്? ബനൂ ഇസ്രായേൽ. അപ്പൊ അള്ളാഹു യാക്കൂബ് നബിയെ വിളിച്ച ചെല്ലപ്പേരെന്താണ്? ഇസ്രായേൽ. അതുകൊണ്ടാണ് ഖുർആനില് ഉടനീളം അള്ളാഹു വിളിച്ചത് യാ ബനി ഇസ്രായേൽ, അല്ലയോ ഇസ്രായേലിന്റെ സന്തതികളെ.
ക്ലിയർ ആണോ എല്ലാവർക്കും? ആ ഇസ്രായേലിന്റെ സന്തതികൾ അധികവും അവരിൽ നിന്നാണ് ധാരാളം പ്രവാചകന്മാർ. ഉദാഹരണം എന്താണ്? ലൂത്ത് നബി, ഇബ്രാഹിം നബിയുടെ ആ കാലഘട്ടത്തിലുള്ള ലൂത്ത് നബി, തുടർന്ന് യൂസുഫ് നബി, ഷുഐബ് നബി, അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ദുൽകിഫിൽ, മൂസ നബി, ഹാറൂൻ, ദാവൂദ്, സുലൈമാൻ, ഇലിയാസ്, അങ്ങനെ സക്കരിയ, യഹ്യ, ഈസ, ഇങ്ങനെ അലൈഹിസ്സലാം, ഇങ്ങനെ ധാരാളം പ്രവാചകന്മാരും രാജാക്കന്മാരും വേദഗ്രന്ഥങ്ങളും ഒക്കെ അവതരിച്ചത് ഈ ബനു ഇസ്രായേലിലാണ്. അപ്പോ അവരുടെ വേദഗ്രന്ഥങ്ങൾ അവതരിക്കുമ്പോഴെല്ലാം അവർ അതിൽ പറഞ്ഞിട്ടുണ്ട്, ഓരോ ഗ്രന്ഥങ്ങളും പറഞ്ഞിട്ടുണ്ട്, ഇനിയൊരു പ്രവാചകൻ വരാനുണ്ട്, ഇനിയൊരു പ്രവാചകൻ വരാനുണ്ട് എന്ന് പറയുമ്പോഴെല്ലാം അവർ കരുതി എന്താണ്? ഞങ്ങളിൽ നിന്ന് തന്നെയാണ് ഇനിയും വരാനുള്ളത്. അവർ കരുതി കാത്തിരുന്നു, അവർ അക്ഷമരായി കാത്തിരുന്നു. പക്ഷെ വന്നതാകട്ടെ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വംശപരമ്പരയിൽ നിന്നാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറബ് വംശത്തിൽ നിന്ന് വന്നപ്പോ അവർക്ക് ആർക്കും അത് സഹിക്കാൻ കഴിഞ്ഞില്ല. കാരണം എന്താണ്? അവരിൽ നിന്നാണ് അധികവും പ്രവാചകന്മാർ വന്നത്, വേദഗ്രന്ഥങ്ങൾ അവതരിച്ചത്. ലോകം കണ്ട ചക്രവർത്തിമാരായ രാജാക്കന്മാരായ ചക്രവർത്തിമാരായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പോലെ ചക്രവർത്തിമാർ വന്നത് അല്ലെ. അപ്പൊ അതൊക്കെ കൊണ്ട് അവർക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. കാരണം എന്താ? ഈ ബനൂ ഇസ്രായേലിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അവർ വേദഗ്രന്ഥങ്ങൾ അവതരിക്കുമ്പോഴെല്ലാം അവർ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? അവർ അള്ളാഹുൽ പങ്കു ചേർത്തു. ഒന്നാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഇത് നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മൾ അടിസ്ഥാനമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഈ ബനൂ ഇസ്രായേൽ അധികവും എന്താണ്? അവര് താന്തോന്നികളായിരുന്നു, ധിക്കാരികളായിരുന്നു. അവർ ദൃഷ്ടാന്തങ്ങളെയൊന്നും യഥാവിധി അവരെന്താണ് ഉൾക്കൊണ്ടിട്ടില്ല. അവർ അള്ളാഹുവിന് സന്താനമുണ്ടെന്ന് സങ്കല്പിച്ചു. മാത്രമല്ല പ്രവാചകന്മാരെ അന്യായമായി കൊന്നുകളഞ്ഞു. മാത്രമല്ല അവർ വേദഗ്രന്ഥങ്ങളെ മാറ്റത്തിരുത്തലുകൾ വരുത്തി. അവർ ഇഷ്ടമുള്ളത് അവർ സ്വീകരിക്കുകയും അല്ലാത്തതൊക്കെ അവർ മാറ്റത്തിരുത്തലുകൾ വരുത്തിക്കൊണ്ടേയിരുന്നു. ധാരാളം പ്രവാചകന്മാരെ അന്യായമായി കൊന്നുകളഞ്ഞു. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഷെയ്യാ നബി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത് അദ്ദേഹത്തിനെ കൊന്നുകളഞ്ഞു. അർമിയ എന്ന നബിയെ അവർക്ക് താക്കീത് നൽകപ്പെട്ടുകൊണ്ട് ആ നബിയെ ബന്ധനസ്ഥനാക്കി. മാത്രമല്ല സക്കരിയ, യഹ്യ നബി ഇവരെല്ലാം കൊന്നുകളഞ്ഞു, അവർ അന്യായമായി കൊന്നുകളഞ്ഞു. അപ്പൊ ഇതൊക്കെ കൊണ്ട് എന്ത് ചെയ്തു? അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നിന്ദ്യതരും പതിതരുമാക്കി. വദുരിബത അലൈഹിം ദില്ലത്തു വൽ മസ്കന, സൂറത്ത് ബഖറയിലെ ആയത്താണ് അല്ലെ. അവരെ നിന്ദ്യതരും പതിതരുമാക്കി തീർത്തു. കാരണം എന്താ? അവർക്ക് ഇത്രയും ഉത്ബോധനങ്ങൾ വന്നിട്ടും താക്കീതുകൾ വന്നിട്ടും ദൃഷ്ടാന്തങ്ങൾ വന്നിട്ടും അതെല്ലാം അവർ തള്ളിക്കളഞ്ഞു. അവരെന്താണ്? അവരുടെ മെയിൻ ഹോബി എന്താണ്? പശു ആരാധന അല്ലെ. അള്ളാഹുവിന് പങ്കു ചേർക്കുക, അള്ളാഹുവിന് മക്കളുണ്ടെന്ന് വാദിക്കുക, ഏറ്റവും വലിയ അക്രമം അതായിരുന്നു അവരിൽ നിന്നും വന്നത്. അപ്പൊ അവരെ പോലെ ഇതെന്തിനാ നമുക്ക് പറഞ്ഞു തരുന്നത്? അതും ഈ സൂറത്ത് ഫാത്തിഹയിലൂടെ എന്തിനാ നമുക്ക് പറഞ്ഞു തരുന്നത്? അങ്ങനെ ഒരു ജനത നിങ്ങൾക്ക് മുൻകഴിഞ്ഞ് പോയിട്ടുണ്ട്, അതുപോലെ നിങ്ങളും അതുപോലെ ആകരുത് അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തുകളും അങ്ങനെ ആകരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീത് നൽകുകയാണ് അല്ലെ. ആ ചരിത്രങ്ങളിലൂടെ സുബ്ഹാനല്ലാഹ് ഒരുപാട് അതിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ട അല്ലെ എന്താണ് ഗുണപാഠങ്ങൾ നമുക്കുണ്ട്. സൂറത്ത് ബഖറയിലും അതുപോലെ ഓരോ സൂറകളിലും ധാരാളമായിട്ട് സൂറത്ത് ബഖറയിലൂടെ തന്നെയാണ് വന്നിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. അപ്പൊ അതുപോലെ നമ്മൾ ആകരുത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. അപ്പൊ മനസ്സിലായി? മഗ്ദൂബി, ജൂതന്മാർ, അവർക്ക് മനസ്സിലാക്കിയിട്ട്, അവർക്ക് വേദഗ്രന്ഥങ്ങൾ വന്നു, അവർ മനസ്സിലാക്കിയിട്ടും അവരറിയാത്ത പോലെ അവർ ഭാവിച്ചു. വാലിൻ, വഴിപിഴത്തൽ എന്താ? ക്രിസ്ത്യാനികൾ എന്താ? അവർക്ക് അറിയണ്ടെന്ന് തന്നെ അവർ കണക്കാക്കി. ഇതൊക്കെ ഉണ്ടായിട്ട് ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമേ ഇല്ല, അറിയാത്തവരെ പോലെ ഞങ്ങൾ അറിയണ്ടെന്ന് അവര് ഭാവിച്ചു, അഹങ്കരിച്ചു അല്ലെ. ഒരു മതത്തിൽ പുതുതായിട്ടെല്ലാം കുട്ടിക്കലർത്തിക്കൊണ്ടേയിരുന്നു. അപ്പോ ഇവിടെ ജൂതന്മാർ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് നമ്മൾപ്പെട്ട ആരെങ്കിലും ഇതുപോലെ പ്രവർത്തിക്കുന്നു എങ്കിൽ നമ്മളും അതുപോലെയാണ്, അള്ളാഹുവിന്റെ കോപത്തിനിരയാകും, അള്ളാഹു ശപിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ നമ്മളും ആയിപ്പോകും. അങ്ങനെ ആകരുത് എന്ന് അള്ളാഹു താക്കീത് നൽകുകയാണ്. മനസ്സിലായോ എല്ലാവർക്കും? ഈ ഒരു വലിയൊരു ചരിത്രം ഇതിൽ ഉറങ്ങിക്കിടപ്പുണ്ട്. സുബ്ഹാനല്ലാഹ്, ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? അപ്പൊ ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ, അള്ളാഹുവേ നീ കോപിച്ചവർ അല്ലെ, നീ കോപിക്കപ്പെട്ടവർ അല്ലെങ്കിൽ വഴിപെടുത്തവരുടെ അല്ലാത്ത മാർഗത്തിൽ ഞങ്ങളെ നീ നയിക്കണമേ. ഈ വേർഡുകളൊക്കെ എല്ലാവർക്കും ക്ലിയർ ആണോ? ഒന്ന് പറഞ്ഞേ. നമുക്ക് അടുത്ത ഗ്രാമറിലേക്ക് പോകേണ്ടതുണ്ട്. എന്താണ്, ഇത്രയും ക്ലിയർ ആണോ എല്ലാവർക്കും?
ഒന്ന് മ്യൂട്ട് മാറ്റി പറയൂ, അൽഹംദുലില്ലാ, ഞാൻ ചോദിക്കാം. ക്ലിയർ ആണ്. ക്ലിയർ ആണോ? ചരിത്രം ക്ലിയർ ആണോ എല്ലാവർക്കും? ക്ലിയർ ആണ്. നമുക്ക് അൽഹംദുലില്ലാ. ആദം നബി മുതൽ എന്താണ് സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഒരു വംശ പരമ്പര തുടങ്ങുന്നത് തന്നെ, പ്രവാചക വംശ പരമ്പര തുടങ്ങുന്നത് തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, അള്ളാഹുവിന്റെ ചങ്ങാതി എന്ന് വിളിച്ച ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതലാണ്. അത് നിങ്ങൾ അടിവരയിട്ട് മനസ്സിലാക്കുക. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം 2 മക്കൾ, ഇസ്ഹാഖ് നബി, പിന്നെ ഇസ്മായിൽ നബി. ഇസ്ഹാഖ് നബിയുടെ വംശ പരമ്പര അതിൽ നിന്നുമാണ് യാക്കൂബ് നബി. ഇസ്ഹാഖ് നബിയുടെ മകൻ യാക്കൂബ് നബി. യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു വിളിച്ച പേരാണ് ഇസ്രായീൽ. എല്ലാരും ഈ പോയിന്റ് ശ്രദ്ധിച്ചോ, ഇസ്രായീൽ. ഇതിന്റെ അർത്ഥം എന്താണ്? അള്ളാഹുവിന്റെ അടിയാൻ എന്നാണ്. ഹിബ്രു ഭാഷയിലാണ് കേട്ടോ ഇസ്രായേൽ എന്നുള്ള വിളിച്ചത്. നോക്കിയേ. അപ്പോ യൂസഫ് നബി അടക്കം 12 മക്കൾ. അപ്പൊ ആ മക്കളുടെ വംശ പരമ്പര എല്ലാം അതെന്താണ് ഭയങ്കരമായിട്ട് അവര് മുന്നേറി. എന്തായിട്ട്? സാംസ്കാരികപരമായിട്ടും മതപരമായി എല്ലാം വളരെ ഭയങ്കര ഒരു മത നേതൃത്വവും ഭരണ നേതൃത്വവും എല്ലാം ഇസ്രായേലിൽ ഒരു ഭയങ്കരമായൊരു എന്താണ് ഒരു ടോപ്പിലായിരുന്നു യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടം വരെ. പിന്നീട് അവർ എന്തായി? അള്ളാഹുവിനെ ആരാധിക്കാൻ വിട്ടിട്ട് പശു ആരാധന തുടങ്ങി അവരുടെ എല്ലാ സംസ്കാരങ്ങളും കൂപ്പുകുത്തി. അവരുടെ ഏറ്റവും നല്ല ഒരു ടോപ്പിലായിരുന്ന ആ ജനത, യാ ബനി ഇസ്രായേൽ അദ്കുറൂ നിഅമതി അല്ലതി അൻഅംതു അലൈക്കും വഅന്നി ഫദ്ദൽതുകും അലൽ ആലമീൻ. ലോകരിൽ ഏറ്റവും ശ്രേഷ്ഠരാക്കി നിങ്ങളെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാക്കാണ്. പക്ഷെ അതെല്ലാം ആ ബനി ഇസ്രായേൽ കളഞ്ഞു കുളിച്ചു. അവരവസാനം എന്തായി? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടം എത്തിയപ്പോൾ ഖിബ്തികളുടെ കീഴിൽ, അതായത് ഫിറഔന്റെ കീഴിൽ വളരെ മോശമായി അടിമകളായിക്കൊണ്ട് ആ ജനത കഴിയേണ്ട ഒരു അവസ്ഥ വന്നു. അങ്ങനെ മൂസാ നബിയുടെ കാലഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അയക്കുകയാണ് അല്ലെ, അവരിലേക്ക് ബനി ഇസ്രായേലുകളെ രക്ഷപ്പെടുത്താനായിട്ട് ഫിറഔന്റെ കീഴിൽ നിന്നും, ഫിറോന്റെ അടിമത്തത്തിൽ നിന്ന്. നിങ്ങൾക്കറിയാം, ഫിറോൻ ലോകം കണ്ട ഒരു ഏറ്റവും വലിയ പോലീസാണ് അല്ലെ, തെമ്മാടിയാണ് അല്ലെ. ആൺകുഞ്ഞുങ്ങളെ അറുകൊല ചെയ്യുകയും അല്ലെ, പെൺകുഞ്ഞുങ്ങളെ മോശമായി പെണ്ണുങ്ങളെ ഇട്ടിരിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്ത ഒരു ഏറ്റവും ദുഷ്ടനായ അന റബ്ബുക്കുമുൽ അഅ്ല എന്ന് പറഞ്ഞ അല്ലെ, ഞാനാണ് നിങ്ങളുടെ ഉന്നതനായ റബ്ബ് എന്ന് വാദിച്ച ആ ഫിറോന്റെ കീഴിൽ നിന്നും ആ ബനു ഇസ്രായേലിനെ രക്ഷപ്പെടുത്താൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു നിയോഗിച്ചു അല്ലെ. തുടർന്ന് അങ്ങോട്ട് അവർ വമ്പിച്ച ദൃഷ്ടാന്തങ്ങൾ കാണുകയാണ് അല്ലെ. ആ ചെങ്കടൽ പിളർത്തിക്കൊണ്ട്, ഫിറോനിൽ നിന്നും ചെങ്കടൽ പിളർത്തിക്കൊണ്ട് ബനു ഇസ്രായേലുകളെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം രക്ഷപ്പെടുത്തി അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അല്ലെ. സുബ്ഹാനല്ലാഹ്. അതെല്ലാം അവർ കണ്ണുകൊണ്ട് കണ്ടിട്ടും അവരെ കൺമുമ്പിലാണ് ഈ ഓരോ ദൃഷ്ടാന്തങ്ങളും അവിടെ മുന്നിൽ നടക്കുന്നത്. എന്നിട്ട് പോലും ബനു ഇസ്രായേൽ അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് അല്ലെ, മോശമായിട്ട് അള്ളാഹുവിന് സന്താനങ്ങളുണ്ടെന്ന് വാദിക്കുകയും അനുസരണയില്ലായ്മയും താന്തോന്നിത്വവും എല്ലാം കാട്ടിക്കൊണ്ട് അവർ നിന്ദ്യരായി, പതിതരായി. സുബ്ഹാനല്ലാഹ്. അത് വഴിയെ നമുക്ക് ചരിത്രങ്ങൾ മനസ്സിലാക്കാം ഇൻഷാ അല്ലാഹ്. അപ്പം അതുകൊണ്ട് ഒരിക്കലും നമുക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീതുകൾ നൽകിയിട്ടുണ്ട് അല്ലെ ഖുർആനിലൂടെ. എന്തൊക്കെയാണ് അള്ളാഹു അനുസരിക്കാൻ പറഞ്ഞത് നമ്മൾ അനുസരിക്കുകയും വിരോധിക്കാൻ അല്ലെങ്കിൽ ഹറാമാക്കി നമ്മൾ വിട്ടേക്കാൻ പറഞ്ഞതെല്ലാം അത് പൂർണ്ണമായി ഉപേക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിനെ കീഴൊതുങ്ങി അനുസരിക്കുന്ന ദാസന്മാരായി, ഉത്തമരായ ദാസന്മാരായി നമ്മൾ മാറാൻ വേണ്ടിയിട്ടാണ് ഈ സൂറത്ത് ഫാത്തിഹയിലൂടെ തന്നെ. നോക്കിയേ, 7 ആയത്തുകളുടെ സുബ്ഹാനല്ലാഹ് നമുക്ക് എന്ത് വളരെ ലളിതമായിട്ടും അതേസമയം അർത്ഥ ഗാംഭീര്യത്തോടു കൂടിയും ഓരോ ആയത്തുകളിലൂടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കൊണ്ടുപോവുകയാണ് അല്ലെ. അപ്പൊ ഇത് പൂർണ്ണമായും സൂറത്ത് ഫാത്തിഹ എന്താണ്? പൂർണ്ണമായ ഒരു കംപ്ലീറ്റ് റിയാലിറ്റിയാണ്, കംപ്ലീറ്റ് ഒരു ദുആയാണ്, കംപ്ലീറ്റ് ജീവിതത്തിൽ നമ്മുടെ സൈക്കിളാണ്. ജീവിതത്തിന്റെ മുഴുവൻ സൈക്കിളും അതിൽ കൊണ്ടുവരുന്നുണ്ട് അല്ലെ. ഒരു മാജിക്, പവർഫുൾ മാജിക് ആയത്തുകളാണിത്. കാരണം എന്താ? നമ്മൾ പറയുന്നു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നോക്കിയേ, നമ്മളെ അള്ളാഹു സൃഷ്ടിച്ച് പരിപാലിച്ച് കൊണ്ടുവന്നു അല്ലെ. മാലിക് യൗമിദ്ദീൻ. മാത്രമല്ല അള്ളാഹു നമുക്ക് പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനുമാണ്. അപ്പൊ നമ്മളെ സൃഷ്ടിച്ച് പരിപാലിച്ച് കൊണ്ടുവന്നു. മാത്രമല്ല നമ്മുടെ നാളെ ഇനിയൊരു ലോകമുണ്ട്, അവിടേക്കുള്ള കണക്ക് കൊടുക്കൽ അല്ലെ. നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് നാളെ ഉത്തരം കൊടുക്കേണ്ടതുണ്ട്, കണക്ക് കൊടുക്കേണ്ടതുണ്ട്. ആ ലോകത്തേക്കുള്ള പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനാണെന്നും അറിയിച്ചുകൊണ്ട് എങ്ങനെയാണ് നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത്, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ,
അപ്പോ എങ്ങനെ ഭൂമിയിൽ മനുഷ്യൻ എന്തിനു വേണ്ടി വന്നു, മനുഷ്യൻ എന്തിനാണ് ഈ ഭൂമിയിലേക്ക് അള്ളാഹു അയച്ചത്, അള്ളാഹുവിനെ ആരാധിക്കുവാൻ. ആ ആരാധന എങ്ങനെ ആയിരിക്കണം? അല്ലെ, നിന്നെ മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നു, തേടുന്നു, എല്ലാം അല്ലെ. അപ്പോ എങ്ങനെ ആയിരിക്കണം? അള്ളാഹുവിന് കീഴൊതുങ്ങിക്കൊണ്ട് എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ട്, നസ്തായൻ അഭയാർത്ഥന അല്ലെ, അഭ്യർത്ഥന, അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ട്, സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കണം. എങ്ങനെ? ഇതിനെ സിറാത്തൽ മുസ്തഖീം, ആ നേരായ പാതയിലായിക്കൊണ്ട് ഞങ്ങളെ ജീവിപ്പിക്കണം അല്ലെ. അള്ളാഹുവിനോട് നമ്മൾ തേടുകയാണല്ലേ, നമ്മളെ നേരായ പാതയിലായിരിക്കണം. ഏതാണോ നേരായ പാത? സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. കണ്ടോ, നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ കാര്യങ്ങളും അതിൽ കൊണ്ടുവരികയാണ്. സുബ്ഹാനല്ലാഹ്, എന്തൊരു മാജിക് ആണല്ലേ, എന്തൊരു പവർഫുൾ ആയത്തുകളാണല്ലേ. നമ്മൾ ഇനിയെങ്കിലും നമസ്കാരത്തില് ആ ഫാത്തിഹയിലൂടെ നമുക്ക് ജീവിക്കേണ്ടതുണ്ട്, ഓരോ ആയത്തുകളിലൂടെയും അല്ലെ. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ പാതയായിരിക്കണം റബ്ബേ. ഇവിടെ ഒരുപാട് വഴികളുണ്ടല്ലേ, ഞങ്ങൾക്ക് സ്ട്രെയിറ്റ് ആയ ആ പാത ഞങ്ങൾക്ക് നീ അറിയിച്ചു തരണം. ഏതല്ലാത്ത ഗൈറിൽ മഗ്ദൂബി അലൈഹിം, കോപിക്കപ്പെട്ടവരുടെയും വഴിപിഴച്ചവരുടെ അല്ലാത്ത മാർഗത്തിൽ സുബ്ഹാനല്ലാഹ് ഞങ്ങളെ നീ നയിക്കണമേ. കോപിക്കപ്പെട്ടവരെയും വഴിപിഴച്ചവരെ അല്ലാത്ത മാർഗത്തിൽ ഞങ്ങളെ നീ നയിക്കണമേ. ഈ പ്രാർത്ഥന നീ സ്വീകരിക്കണമേ നാഥ. അള്ളാഹുവിനോട് ചോദിക്കണം. ആമീൻ ആമീൻ പറഞ്ഞുകൊണ്ട് അത് നമ്മൾ പൂർത്തിയാക്കണല്ലേ. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. എന്തു നല്ലൊരു പ്രാർത്ഥനയാണ്, എന്തൊരു നല്ല സെന്റൻസുകളാണ് അല്ലെ. എല്ലാം ഉൾക്കൊള്ളുന്നു, ജീവിതം മുഴുവൻ, നമ്മുടെ ജനനവും മരണവും പരലോകവും എല്ലാം 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 ഉൾക്കൊണ്ടുകൊണ്ടുള്ള ആയത്തുകൾ. സുബ്ഹാനല്ലാഹ്. അപ്പോ ആ അർത്ഥം അത്രയ്ക്ക് ആഴത്തിലാണല്ലേ, നമ്മളെ ചിന്തിപ്പിക്കുന്ന, നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ആയത്തുകളാണ്. അപ്പൊ ഇവിടെ ജൂതന്മാർ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് അവരെ മാറ്റി നിർത്തിയിട്ട് നമുക്കും നമ്മുടെ സ്വന്തം ജീവിതത്തിലേക്കും ആ ചിന്ത കൊണ്ടുവരേണ്ടതുണ്ടല്ലേ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ എന്താണോ നമ്മെ പഠിപ്പിച്ചത്, നബിമാർ എന്താണോ നമുക്ക് കാട്ടുന്നത്, നമ്മുടെ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ ജീവിതം മാർഗം അല്ലെ, ജീവിതം വരച്ച് കാട്ടിത്തന്നത്, ആ ജീവിതത്തിലൂടെ അതെല്ലാം പിൻപറ്റി ജീവിക്കാൻ, അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലും എന്താണോ പറഞ്ഞത് അതനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. എല്ലാവർക്കും ഈ അർത്ഥം മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. കാരണം ഇത്രയും പറയാതെ പോയി കഴിഞ്ഞാൽ ആ മഗ്ദൂബിയും വാലീനൊന്നും നിങ്ങളുടെ ഹൃദയത്തിൽ ഇരിക്കൂല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. എല്ലാവർക്കും ക്ലിയർ ആണോ? ഒന്ന് മ്യൂട്ട് മാറ്റിക്കേ, ഞാൻ ചോദിക്കാം. ഓക്കെ, ഇനി നമുക്ക് ഗ്രാമറിലേക്ക് പോകേണ്ടതുണ്ട്. അൽഹംദുലില്ലാഹ്, ക്ലിയർ ആണല്ലോ. ഇത്രയും കാലം നമുക്ക് ബനൂ ഇസ്രായേൽ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ എന്തൊക്കെയോ ചിന്തിക്കും അല്ലെ. ആരാണ് എന്താണ് എത്രയോ ആയത്തുള്ളൂടെ നമ്മൾ കടന്നു പോകുന്നു അല്ലെ. ഫാത്തിഹ കഴിഞ്ഞ് ബഖറയിലേക്ക് കയറുമ്പോ ശരിക്കും അങ്ങനെ പോവാണ് ചരിത്രം. സുബ്ഹാനല്ലാഹ്. ഓരോരോ ആയത്തുകളിലൂടെ വളരെ വിശദമായിട്ട് എന്തൊക്കെയാണ് അവർ കാട്ടിക്കൂട്ടിയെന്നൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതിലൂടെ എന്താ അള്ളാഹു പറയുന്നത്? നിങ്ങൾ അല്ലെ, നമ്മൾ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തുകളും നിങ്ങൾ അതുപോലെ ആകരുത്. ഒരു കാരണവശാലും അവരെന്തൊക്കെയാണോ കാട്ടിക്കൂട്ടിയത് അല്ലെ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അത്രയ്ക്കുണ്ട് പറയാൻ ചരിത്രങ്ങള് ധാരാളം. കാരണം ഈ ഒരു ആയത്ത് മതി നമുക്ക് മാസങ്ങളോളം ക്ലാസ് എടുക്കാനുള്ള വിഭവം ഇതിൽ തന്നെ ഉണ്ട്, വിഷയങ്ങൾ ഇതിൽ തന്നെ ഉണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഞാൻ ചോദിക്കാം, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, എന്താ ഇഹ്ദിന അർത്ഥം? ഒരാൾ പറഞ്ഞേ, നേരത്തെ പറയാത്ത ഒരാൾ മ്യൂട്ട് മാറ്റി പറഞ്ഞേ. എല്ലാവരും പറയണം കേട്ടോ, ചോദിക്കുന്നവരൊക്കെ കൈമേൽ മ്യൂട്ട് പറയണം. ആ സിറാത്ത അൽ മുസ്തഖീം, അതാണ് നേരായ. കേട്ടോ, അൽ മുസ്തഖീമ നേരായ. ഓക്കെ, ഇനി പറഞ്ഞേ ഒരാള് ഫുള്ളായത്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, നീ ഞങ്ങളെ നയിക്കണമേ നേരായ പാതയിൽ. ഞങ്ങളെ നീ നേരായ മാർഗത്തിൽ നയിക്കണമേ. വേറൊരാൾ പറയാത്ത ഒരാൾ പറഞ്ഞേ സിറാത്ത് എന്താണ്? സിറാത്ത മ്യൂട്ട് മാറ്റിയിട്ട് പറഞ്ഞോളൂ, എന്നാലേ കേൾക്കോളേ. പറയണോ? മടിക്കണ്ട, ധൈര്യമായിട്ട് പറഞ്ഞോളേ. സിറാത്ത് എന്താണ്? മാർഗം, പാത. അൽ മുസ്തഖീം എന്താണ്? അൽ മുസ്തഖീം നേരായ. മാഷാഅല്ലാഹ്, നേരായ. അപ്പൊ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം വേറൊരാൾ പറഞ്ഞേ.
നേരായ മാർഗത്തിൽ നീ ഞങ്ങളെ നയിക്കണമേ. നയിക്കണമേ. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. അപ്പൊ എന്തായിരിക്കണം നേരായ പാത? ഗൈറുൽ മഗ്ദൂബി അലൈഹിം സിറാത്തല്ലദീന അൻഅംത അലൈഹിം. എല്ലാവരും ശ്രദ്ധിച്ചേ, സ്ക്രീൻ നോക്കിയേ. സിറാത്തല്ലദീന അൻഅംത അലൈഹിം. എന്താണ് സിറാത്ത? മാർഗം. മാർഗം. അല്ലദീന ഒരു കൂട്ടർ. അതൊരു കൂട്ടർ. അപ്പൊ അല്ലദീ എന്ന് പറയുമ്പോ എന്താ അർത്ഥം? ഒരാൾ. ഒരുവൻ, ഒരാൾ. അല്ലദീന ഒരുവർ. അല്ലദീ ഒരുവൻ, അല്ലദീന ഒരുവർ. ആരെല്ലാമാണോ അവർ. അൻഅംത നീ അനുഗ്രഹിച്ച. നീ അനുഗ്രഹം ചെയ്തു അല്ലെ. നീ അനുഗ്രഹം ചെയ്തു. ഈ എക്കോ അടിക്കുന്നത് എങ്ങനെ? ഈ ഒരു ഫോണില് അല്ല രണ്ട് പേര് ഒരേ സ്ഥലത്ത് ഫോൺ ഓൺ ചെയ്തിരിക്കുകയാണോ? അതാണ് മ്യൂട്ട്. ഇങ്ങനെ ഈ എക്കോ അടിക്കുന്നുണ്ട്, എക്കോ വരുന്നുണ്ട്. ഓക്കെ. അൻഅംത എന്താണ്? നീ അനുഗ്രഹം ചെയ്തു. ഇനി നിങ്ങൾ ഈ വാക്കുകളൊന്നും മറക്കരുത്. നിങ്ങൾ നമസ്കാരത്തിൽ കൈ കെട്ടുമ്പോ ആ ഫാത്തിഹ ഓതുമ്പോ ശരിക്കും ആ ഒരു അർത്ഥം നിങ്ങളെ ഹൃദയത്തിലേക്ക് വരണം. അൻഅംത നീ അനുഗ്രഹം ചെയ്തു അല്ലെ. അനുഗ്രഹം ചെയ്തു. അലൈഹിം എന്താണ്? അലൈഹിം അവരുടെ മേൽ. അലൈഹിം അവരുടെ മേൽ. സിറാത്തല്ലദീന അൻഅംത അലൈഹിം. അപ്പൊ എന്താവും അർത്ഥം? ഒന്ന് പറഞ്ഞോണേ. നീ അനുഗ്രഹിച്ചവരുടെ വഴിയിൽ. നീ അനുഗ്രഹിച്ചവരുടെ മേലല്ലേ. അപ്പൊ നീ ആരെല്ലാമാണോ അനുഗ്രഹിച്ചത് അവരുടെ മേൽ. ഏതാകരുത്? ഗൈറുൽ മഗ്ദൂബി. ഗൈർ എന്താണ്? ഗൈർ ഒഴികെ, അല്ലാത്ത. മാഷാ അല്ലാ. മഗ്ദൂബി എന്താ? മഗ്ദൂബി കോപം. മഗ്ദൂബി കോപത്തിനിരയായവരുടെ അല്ലെ. കോപത്തിനിരയായവരുടെ. മഗ്ദൂബി അലൈഹിം അവരുടെ മേൽ അല്ലെ. ഗൈറുൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. വാവ് എന്ന് പറഞ്ഞാൽ ആൻഡ് ആണ്. ല അല്ല, ഇല്ല എന്നുള്ളതാണ്. വാലീൻ. വാലീൻ എന്താ? വഴി പിഴച്ചവർ അല്ലെ. വാലീൻ. അപ്പൊ വാലിൻ എന്താ? വഴി പിഴച്ചവൻ. ഏകവചനം. വാലീൻ ബഹുവചനമാണ്. വഴി പിഴച്ചവർ. ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? ആലം, ആലമീൻ പറഞ്ഞ പോലെ. വാലുൻ, വാലീൻ. ഓക്കെ. വഴി പിഴച്ചവർ. ഏകവചനം വാലുൻ, ബഹുവചനം വാലീൻ. ഞാൻ ആവർത്തിച്ച് പറയുന്നത് നിങ്ങൾ കൂടെ പറയാനാണ് കേട്ടോ. അത് ഹൃദയത്തിൽ അങ്ങ് ഉറയ്ക്കാനായിട്ടാണ്. ഇനി ഫാത്തിഹ ഓതുമ്പോ ഓരോ വേർഡ് നിങ്ങൾക്ക് എന്താണ്? ക്ലിക്ക് ചെയ്യണം അല്ലെ. മനസ്സിലായി? അൽഹംദുലില്ലാ. ഗൈറുൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. ഒരാളർത്ഥം പറഞ്ഞേ ഇത് മൊത്തം. ഗൈറുൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. എന്താ അർത്ഥം? വഴിപിഴച്ചവരുടെ കൂട്ടത്തിൽ, കോപിക്കപ്പെട്ടവരുടെയും അല്ലാത്ത മാർഗത്തിൽ അല്ലേ. അപ്പൊ നമ്മൾ പറഞ്ഞു നമസ്കാരം എനിക്കും എന്റെ അടിയാനും ഇടയിൽ രണ്ട് പകുതിയായി ഭാഗിക്കപ്പെട്ടിരിക്കുന്നു. എന്റെ അടിയാൻ ചോദിക്കുന്നത് അവന് ലഭിക്കുന്നതാണെന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ പറഞ്ഞു അല്ലെ. അപ്പൊ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ പറഞ്ഞപ്പോ അള്ളാഹു പറയും എന്റെ അടിയാൻ എന്നെ സ്തുതിച്ചു. അവൻ അർ റഹ്മാനി റഹീം എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയും എന്റെ അടിയാൻ എന്നെ പറ്റി പുകഴ്ത്തി പറഞ്ഞു. സുബ്ഹാനല്ലാഹ് അല്ലെ. അവൻ മാലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയും എന്റെ അടിയാൻ എന്നെ മഹത്വപ്പെടുത്തി, എന്നെ കൊണ്ടാടി അല്ലെ. മജ്ജദനി അബ്ദി അല്ലെ. എന്നെ എന്റെ അടിമ കൊണ്ടാടി. പിന്നെന്താണ്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയും ഇത് എനിക്കും എന്റെ അടിയാനും ഇടയിലുള്ള കാര്യമാണ്. എന്റെ അടിയാൻ ചോദിക്കുന്നത് അവന് ലഭിക്കുന്നതാണ്. കണ്ടോ ഏറ്റവും വലിയ പ്രാർത്ഥന നോക്കിയേ. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. അടുത്ത് പറയാണ് സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറുൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയും ഇതെന്റെ അടിയാനുള്ളതാണ്, അവൻ ചോദിക്കുന്നത് അവന് ലഭിക്കും. കണ്ടോ ഇതൊരു മുഴുവൻ ഹദീസാണ് കേട്ടോ ഞാൻ വായിച്ചു പറഞ്ഞത്. ഈ സൂറത്ത് ഓതി കഴിയുമ്പോൾ ആമീൻ എന്ന് പറയേണ്ടത് സുന്നത്താണ് അല്ലെ. ഏറ്റവും ശ്രേഷ്ഠമാണ്. അങ്ങനെ ചൊല്ലിയിരുന്നതായി ഹദീസുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
അപ്പൊ ഇത് മുക്കാലത്ത് ബലപ്പെട്ട സുന്നത്തുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇമാം ആമീൻ പറയുമ്പോൾ നിങ്ങൾ ആമീൻ പറഞ്ഞു കൊള്ളണം. കാരണം ഒരാളുടെ ആമീൻ പറയിൽ മലക്കുകൾ ആമീൻ പറയുന്നതുമായി യോജിച്ചു വന്നാൽ അവന് അവന്റെ മുൻ കഴിഞ്ഞ പാപം പുറത്തു കൊടുക്കപ്പെടുന്നതാണ്. സുബ്ഹാനല്ലാഹ്. ഉണ്ടോ? അപ്പൊ ഈ ഫാത്തിഹ അത്രയ്ക്കും ആഴമേറിയതാണ്. അർത്ഥം അറിഞ്ഞ് നമ്മൾ ചൊല്ലുമ്പോൾ ആമീൻ എന്ന് പറയുമ്പോൾ ആ ആമീൻ പറയൽ മലക്കുകൾ ആമീൻ പറയുന്നതുമായി യോജിച്ചു വന്നാൽ അവന്റെ മുൻ കഴിഞ്ഞ പാപം പുറത്തു കൊടുക്കപ്പെടുന്നതാണ്. അപ്പൊ ജമാഅത്തായിട്ട് നമസ്കരിക്കുമ്പോൾ അല്ലെ ഇമാമ പറയുമ്പോ ആമീൻ, നമ്മളും ആമീൻ പറയില്ല. അപ്പൊ അത് മലക്കുകളുടെ ആമീനുമായിട്ട് ഒത്തു വന്നാൽ സുബ്ഹാനല്ലാഹ്, എന്ത് ഗിഫ്റ്റ് ആണല്ലേ അള്ളാഹു തന്നത്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. അള്ളാഹു നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ, നന്നായിട്ട് മനസ്സിലാക്കാനും ഖുർആൻ അനുസരിച്ച് ജീവിക്കാനും അല്ലെ യഥാവിധി അല്ലെ ജീവിതത്തിൽ അത് പകർത്താനും മനസ്സിലാക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഈ ഭാഗം ക്ലിയർ ആണല്ലോ? ഫാത്തിഹ കംപ്ലീറ്റ് ആയി, അൽഹംദുലില്ലാഹ്. എല്ലാവർക്കും ഓക്കെ ആണോ? ഗ്രാമറിലേക്ക് പോകാമോ? റെഡി? പോകാം. പോകാം. നമ്മൾ ഗ്രാമർ ഏതുവരെയാ പഠിച്ചു വെച്ചത്? ഒരാൾ പറഞ്ഞ്, ഓരോരുത്തരായിട്ട് ഓരോ ഭാഗം പറയണം. ഞാൻ ചോദിക്കാം. അറബ് ഭാഷ അക്ഷരങ്ങൾ, അതായത് വാക്കുകളെ, അറബ് വാക്കുകളെ 3ആയി തരംതിരിച്ചു. പദങ്ങളെ എന്തൊക്കെയായിട്ടാണ് തിരിച്ചത്? ഒരാൾ പറഞ്ഞേ. അർഫ് നമുക്ക് മലയാളത്തിൽ പറയാം. നാമം, അവ്യയം, ക്രിയ അല്ലെ? നാമങ്ങൾ, അവ്യയങ്ങൾ, ക്രിയ. നമ്മൾ സിമ്പിൾ മനസ്സിലാക്കാനായിട്ട് ആദ്യം മലയാളത്തിൽ പറയാം, പിന്നെ അറബിയിലേക്ക് പോവാം. ഓക്കെ. അപ്പൊ നാമം എന്താണ് നാമം? പറഞ്ഞേ. നാമം എന്നാൽ എന്താണ്? ഒരു വസ്തുവിന്റെയോ സ്ഥലത്തിന്റെയോ പേരിനെ പറയുന്നതാണ് നാമം എന്ന് പറയുന്നത്. നാമത്തിന് പകരം നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ എന്തു പറഞ്ഞു? സർവനാമങ്ങൾ. പ്രധാനപ്പെട്ട അറബി ഭാഷ നിയന്ത്രിക്കുന്ന 6 സർവനാമങ്ങൾ ആരൊക്കെയാ? അൽഹംദുലില്ലാഹ്. എന്നിട്ട് നമ്മൾ ഏകവചനം ബഹുവചനം പഠിച്ചല്ലേ? ഇതിലേക്ക് പ്രാവശ്യം പഠിച്ചത് നോർമലി ഒരു ബഹുവചനം എങ്ങനെ പറയും? മുഅ്മിനുൻ, അല്ലേ? സ്വാലിഹുൻ, അപ്പൊ അങ്ങനെ നമ്മൾ ബഹുവചനം, ഏകവചനവും ബഹുവചനവും നമ്മൾ നോർമലി കാണുന്ന രൂപം പഠിച്ചു. അടുത്ത നമ്മൾ കയറാൻ പോകുന്ന അടുത്തൊരു സ്റ്റെപ്പ് എല്ലാവരും ശ്രദ്ധിക്കണേ. നമ്മൾ പറഞ്ഞു നൗണ്, നമ്മൾ നാമത്തിന് ഒരു ഉദാഹരണം എടുത്തു. റബ്ബ് എന്ന് നമ്മൾ പറഞ്ഞു. ആ റബ്ബിന്റെ കൂടെ, ആ നൗണിന്റെ കൂടെ, നാമത്തിന്റെ കൂടെ ഹുവാഹും അൻത അൻതും അനാ നഹ്നു എങ്ങനെ ആഡ് ചെയ്ത് പറയാം? അതായത് ഇപ്പോ ഞാൻ പറയുന്നു അവൻ റബ്ബ്, ഹുവ റബ്ബ് എന്ന് പറയുമ്പോ അവന്റെ റബ്ബ് നമ്മൾ ആക്കിയാണ്. അവന്റെ റബ്ബ്, എല്ലാവരും ശ്രദ്ധിക്കണേ. ഹുവ റബ്ബ് എന്ന് പറഞ്ഞാൽ അവൻ റബ്ബാകുന്നു അല്ലെ? അവന്റെ റബ്ബ് നമ്മൾ എങ്ങനെ ആക്കും? അതിനെ ഹുവ എങ്ങനെ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു പഠിക്കുകയാണ്. അടുത്തൊരു സ്റ്റെപ്പിലേക്ക് കയറുകയാണ്. ശ്രദ്ധിച്ച് കാല് വെക്കുക. ഹുവ പ്ലസ് റബ്ബ് അല്ലെ? റബ്ബ് പ്ലസ് ഹുവ ചേർക്കുമ്പോ റബ്ബുഹു. നമ്മുടെ വലത് കൈ വലതുവശത്തേക്ക് ഒരു വിരൽ ചൂണ്ടുക, പറയുക റബ്ബുഹു, അവന്റെ റബ്ബ്. റബ്ബുഹും, അവരുടെ റബ്ബ്. റബ്ബ് പ്ലസ് ഹും ചേർത്തപ്പോ റബ്ബുഹും. ക്ലിയർ ആണോ എല്ലാവർക്കും? എല്ലാരും ഒന്ന് പറഞ്ഞേ. റബ്ബുഹു, ഒരു വിരൽ ചൂണ്ടുക, അവന്റെ റബ്ബ്. റബ്ബുഹും, അവരുടെ റബ്ബ്. ക്ലിയർ ആണോ കുട്ടികളെ? എല്ലാരും പോയോ? ഉണ്ടോ? ക്ലിയർ ആണ്? ഉണ്ട്, എല്ലാരും ഉണ്ട്. ഓക്കെ, എന്ന് പറഞ്ഞേ. റബ്ബുഹു, അവന്റെ റബ്ബ്. റബ്ബുഹും, അവരുടെ റബ്ബ്. റബ്ബുഹും, അവരുടെ റബ്ബ്. എല്ലാരും സ്ക്രീൻ കാണുന്നുണ്ടോ? 10,000 തവണ ഉണ്ടോ ഖുറാനിൽ വന്ന വാക്കുകളാണ് ഈ പറയുന്നത് കേട്ടോ. സുബ്ഹാനല്ലാഹ്. ഓരോ പേജിലും കുറഞ്ഞത് 15 തവണയെങ്കിലും വരും. നോക്കിയപ്പോ അറിയണ്ടേ ഏതാണ് ആ വാക്കുന്ന്? റബ്ബുഹു, അവന്റെ റബ്ബ്. റബ്ബുഹും, അവരുടെ റബ്ബ്. ഇനി അടുത്ത് നിന്റെ റബ്ബ് എന്ന് പറയണ്ടേ? അൻതും ചേർത്ത് പറയണ്ടേ? ഇത് എങ്ങനെ? റബ്ബുക്ക, മുന്നിലേക്ക് ചൂണ്ടിക്കുക എല്ലാവരും. ഒരു വിരൽ മുന്നിലേക്ക് ചൂണ്ടി റബ്ബുക്ക, നിന്റെ റബ്ബ്. റബ്ബുക്കും 4 വിരൽ ചൂണ്ടി നിങ്ങളുടെ റബ്ബ്. ക്ലിയർ ആണോ? ഒന്ന് പറഞ്ഞേ. റബ്ബുഹു, റബ്ബുഹും, റബ്ബുക്ക, നിന്റെ റബ്ബ്. റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ്. ഒന്ന് പറഞ്ഞേ, എല്ലാവരും ഒന്ന് പറഞ്ഞേ. എല്ലാവരും സ്വയം പറഞ്ഞേ. റബ്ബുഹു, അവന്റെ റബ്ബ്. റബ്ബുഹും, അവരുടെ റബ്ബ്. റബ്ബുക്ക, നിന്റെ റബ്ബ്. റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ്. ഇത് TP ആയി വേണം. ടോട്ടൽ ഫിസിക്കൽ ഇന്ററാക്ഷൻ വേണം, മസ്റ്റ് ആണ് കേട്ടോ.
ഒരാൾ പറഞ്ഞ റബ്ബുഹു റബ്ബുഹും റബ്ബുക്ക റബ്ബുക്കും. ആദ്യം അർത്ഥത്തോട് പറയുക, അത് കഴിഞ്ഞ് മലയാളം വിട്ടിട്ട് അറബി മാത്രം. ഒന്ന് പറഞ്ഞേ. എല്ലാവർക്കും ഈസി ആയിട്ട് തോന്നുന്നോ? ആണ്. ഒന്ന് പറഞ്ഞു. ഒരാൾ പറഞ്ഞ റബ്ബുഹു അവന്റെ റബ്ബ്. പറയാത്തവർ മാറി മാറി പറയണേ. അപ്പൊ എല്ലാവർക്കും പറയാനുള്ള അവസരം കിട്ടും കേട്ടോ. നിങ്ങൾക്ക് മ്യൂട്ട് മാറ്റാൻ പറ്റുന്നവർ മറ്റുള്ളവർക്കും കൂടി അതൊന്ന് അവസരം കൊടുത്ത് പറയിപ്പിക്കുക. ഓക്കെ. റബ്ബുഹു എങ്ങനെ പറയും? പറഞ്ഞേ. ഒരാൾ പറഞ്ഞേ. അവന്റെ റബ്ബ്. ആ റബ്ബുഹും അവരുടെ റബ്ബ്. ആ അടുത്തത് റബ്ബുക്ക നിന്റെ റബ്ബ്. ആ റബ്ബുക്കും നിങ്ങളുടെ റബ്ബ്. ആ ഇനി ആ പറഞ്ഞ ആള് തന്നെ മലയാളം പറയാതെ അറബി മാത്രം പറഞ്ഞേ. റബ്ബുഹു റബ്ബുഹും റബ്ബുക്ക റബ്ബുക്കും. റബ്ബുക റബ്ബുക്കും. ഒന്നുകൂടെ. റബ്ബുഹു റബ്ബുഹും റബ്ബുക്ക റബ്ബുക്കും. ആ കൈകാട്ടിയാണോ പറയുന്നത്? ആണ്. ഇനി അടുത്തൊരാൾ പറഞ്ഞേ. റബ്ബുഹു റബ്ബുഹും റബ്ബുക റബ്ബുക്കും. മാഷാ അല്ലാ. റബ്ബുഹു എന്ന് പറഞ്ഞാല് എന്താ അർത്ഥം? അവന്റെ റബ്ബ്. ആ റബ്ബുഹും അവരുടെ റബ്ബ്. അവരുടെ റബ്ബ്. റബ്ബുക്ക നിന്റെ റബ്ബ്. റബ്ബുക്കും നിങ്ങളുടെ റബ്ബ്. അപ്പൊ ഞാൻ ഇനി അങ്ങോട്ട് ചോദിക്കുകയാണേ, അവരുടെ റബ്ബ് എങ്ങനെ പറയും? റബ്ബുഹും. റബ്ബുഹും. ഓക്കെ മാഷാ അല്ലാ. ത്വയ്യിബ്. ജസാക്കുമുല്ലാഹ് ഖൈറൻ. അവന്റെ റബ്ബ് എങ്ങനെ പറയും? വേറൊരാൾ പറഞ്ഞേ. റബ്ബുഹു. മാഷാ അല്ലാ. അൽഹംദുലില്ലാഹ്. ത്വയ്യിബ്. നിന്റെ റബ്ബ് എങ്ങനെ പറയും? റബ്ബുക. റബ്ബുക്ക. മാഷാ അല്ലാ. അൽഹംദുലില്ലാഹ്. നിങ്ങളുടെ റബ്ബ് എങ്ങനെ പറയും? റബ്ബുക്കും. റബ്ബുക്കും. ക്ലിയർ ആണോ എല്ലാവർക്കും? കുട്ടികളെ എല്ലാവരുടെയും ഉത്തരം കേട്ടോട്ടെ, എന്നാലേ എനിക്കൊരു ഊർജ്ജം ഉണ്ടാവുള്ളൂ. അൽഹംദുലില്ലാഹ്. ക്ലിയർ ആണ്? ക്ലിയർ ആണ്? ആ അപ്പൊ ഒന്നുകൂടെ. റബ്ബുഹു റബ്ബുഹും റബ്ബുക്ക റബ്ബുക്കും. ഇനി അടുത്ത് എന്റെ റബ്ബ് എന്ന് പറയണ്ടേ. റബ്ബി എന്റെ റബ്ബ്. റബ്ബുന ഞങ്ങളുടെ റബ്ബ്. റബ്ബി എന്ന് പറയുമ്പോ എന്റെ നെഞ്ചിലേക്ക്, സ്വന്തം അവരവരുടെ നെഞ്ചിലേക്ക് ഒരു വിരൽ ചൂണ്ടിയിട്ട് റബ്ബി എന്റെ റബ്ബ്. റബ്ബുന 4 വിരൽ ചൂണ്ടിക്കൊണ്ട് ഞങ്ങളുടെ റബ്ബ്. ക്ലിയർ ആണോ? ഒന്ന് പറഞ്ഞേ. റബ്ബി എന്റെ റബ്ബ്, റബ്ബുന ഞങ്ങളുടെ റബ്ബ്. ഒന്നുകൂടെ പറഞ്ഞേ. അർത്ഥസഹിതം പറഞ്ഞേ. റബ്ബി എന്റെ റബ്ബ്, ആ റബ്ബുന ഞങ്ങളുടെ റബ്ബ്. ഞങ്ങളുടെ റബ്ബ്. മാഷാ അല്ലാ. സമീറ ഉണ്ടോ? സമീറ പേരുകൾ ഓർമ്മ ഉള്ളത് പറയുന്ന കേട്ടോ. എല്ലാരും പേര് ഓർമ്മയില്ല. ആർക്കു വേണമെങ്കിലും പറയാം കേട്ടോ. ആർക്കു വേണമെങ്കിലും പറയാൻ താല്പര്യമുള്ളവര് മ്യൂട്ട് മാറ്റി പറയുക. റബ്ബി എന്റെ റബ്ബ്, റബ്ബുന ഞങ്ങളുടെ റബ്ബ്. ക്ലിയർ ആണോ? അപ്പൊ ഈ 6 ഒരുമിച്ചൊന്ന് പറഞ്ഞു വന്നേ എല്ലാവരും. റബ്ബുഹു അവന്റെ റബ്ബ്, റബ്ബുഹും അവരുടെ റബ്ബ്, റബ്ബുക്ക നിന്റെ റബ്ബ്, റബ്ബുക്കും നിങ്ങളുടെ റബ്ബ്, റബ്ബി എന്റെ റബ്ബ്, റബ്ബുന ഞങ്ങളുടെ റബ്ബ്. സുബ്ഹാനല്ലാഹ്. എന്ത് നല്ല എളുപ്പമല്ലേ മനസ്സിലാക്കാന്. ഒരാൾ പറയോ ഇതർത്ഥം മൊത്തം 6 ഒരുമിച്ച് പറയാൻ പറ്റുമോ? ഒരാൾ ട്രൈ ചെയ്തേ. ഒന്നോളി, ധൈര്യമായിട്ട് വരീ, പേടിക്കണ്ട. അവന്റെ റബ്ബ്, റബ്ബുക്കും അവരുടെ റബ്ബ്, റബ്ബുക നിന്റെ റബ്ബ്, റബ്ബുക്കും നിങ്ങളുടെ റബ്ബ്, റബ്ബി എന്റെ റബ്ബ്, റബ്ബുന ഞങ്ങളുടെ റബ്ബ്. മാഷാ അല്ലാഹ്. ത്വയ്യിബ്. അൽഹംദുലില്ലാഹ്. ഈ പറഞ്ഞ ആള് തന്നെ മലയാളം ഇല്ലാതെ അറബ് മാത്രം പറഞ്ഞേ. റബ്ബുഹു റബ്ബുക്കും റബ്ബുക. സോറി. ഒന്നുകൂടെ പറഞ്ഞേ. ഒന്നുകൂടെ. റബ്ബുഹു റബ്ബുഹും റബ്ബുക റബ്ബുക്കും റബ്ബി റബ്ബുന. ഒന്നുകൂടെ സ്പീഡി പറഞ്ഞേ. റബ്ബുഹു റബ്ബുഹും റബ്ബുക റബ്ബുക്കും. മാഷാ അല്ലാഹ്. ത്വയ്യിബ്. ജസാക്കുമുല്ലാഹ് ഖൈറൻ. ഇനി ആരുണ്ട് ഇതുപോലെ ഒരാൾക്കൂടെ പറയാം? പറഞ്ഞേ. റബ്ബുഹു റബ്ബുഹും റബ്ബുക റബ്ബുക്കും റബ്ബി റബ്ബുന. റബ്ബുന. ആ അപ്പൊ കൈകാട്ടിയാണോ പറഞ്ഞത്? ആണോ? അതെ. മാഷാ അല്ലാഹ്. ഒന്നുകൂടെ പറഞ്ഞേ. ഒന്നുകൂടെ സ്പീഡായിട്ട് വരട്ടെ. റബ്ബുഹു റബ്ബുഹും റബ്ബുക്കും റബ്ബുക റബ്ബുക്കും റബ്ബി റബ്ബന. റബ്ബുന. റബ്ബുന ബു ദ്വമ്മാണേ. റബ്ബുന. മാഷാ അല്ലാഹ്. ത്വയ്യിബ്. റബ്ബുന. ഇനി വേറൊരാൾ പറഞ്ഞ ഇതുപോലെ. റബ്ബുഹു റബ്ബുഹും റബ്ബുക റബ്ബുക്കും റബ്ബി റബ്ബുന.
മാഷാല്ലാ തൊയ്യബ് ജസാക്കുമുല്ലാ ഖൈറ. അടുത്ത ആരുണ്ട്? വന്നോളി മടിക്കണ്ട. പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഇപ്പൊ തന്നെ പഠിച്ചങ്ങ് പോവാം കേട്ടോ. റബ്ബുഹു റബ്ബുഹും റബ്ബുക റബ്ബുക്കും റബ്ബി റബ്ബുന. റബ്ബുന. മാഷാല്ലാ. ഒന്നുകൂടെ പിടി പറഞ്ഞേ. റബ്ബുഹു റബ്ബുഹും റബ്ബുക റബ്ബുക്കും റബ്ബി റബ്ബുന. റബ്ബുന. മാഷാല്ലാ. അപ്പൊ ഇനി ഞാൻ അങ്ങോട്ട് ചോദിക്കാവേ, പറയണം കേട്ടോ. ആർക്കും പറയാം. എന്റെ റബ്ബ് എന്നെങ്ങനെ പറയും? റബ്ബി. റബ്ബി. ആ മാഷാല്ലാ തൊയ്ബ്. ഞങ്ങളുടെ റബ്ബ് എന്നെങ്ങനെ പറയും? റബ്ബുന. റബ്ബുന. മാഷാല്ലാ തൊയ്ബ്. അപ്പൊ ഇപ്പൊ നമുക്ക് എന്താ മനസ്സിലായത്? ഈ പഠിച്ചതിൽ നിന്നും ഒരു നൗണിന്റെ കൂടെ അല്ലെ, ഒരു നാമത്തിന്റെ കൂടെ, ഒരു ഇസ്മിന്റെ കൂടെ, ഒരു നാമത്തിന്റെ കൂടെ നമ്മള് സർവനാമങ്ങൾ ആഡ് ചെയ്തിട്ട് അത് ഇന്ത്യ ഉടേ എന്ന രൂപത്തിലാക്കി പറയുന്ന വിധം. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മളിപ്പോ റബ്ബെന്ന് വെച്ചു അല്ലെ, ഒരു നാമം എടുത്തു റബ്ബെന്ന് വെച്ചു. ഇനി നമ്മൾ വേറൊന്ന് പറയാണ്, കിതാബ് എന്ന് പറയുന്നു, കിതാബിനെ വെക്കുകയാണ്. അപ്പൊ നമ്മൾ കിതാബിന് എങ്ങനെ പറയും? അവന്റെ കിതാബിന് എങ്ങനെ പറയും? ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറ്റുമെന്ന് ട്രൈ ചെയ്യാണ്. കിതാബുഹു. മാഷാല്ലാ തൊയ്ബ്. കിതാബുഹു. പിന്നെ അവരുടെ കിതാബ്. കിതാബുക്കും കിതാബുക കിതാബി മാഷാല്ലാ തൊയ്ബ്. ജസാക്കുമുല്ലാഹ് ഖൈറ. അഹ്സൻതും ബാറകല്ലാഹു ഫീക്. മാഷാല്ലാ. എല്ലാരും പറഞ്ഞല്ലേ, പറയാൻ പറ്റുന്നുണ്ടല്ലേ? അപ്പൊ ദീന് അവിടെ വെച്ച് നോക്കിയേ. ദീന്, ആ റബ്ബിന് പകരം നമ്മൾ ദീന് വെച്ചു. കിതാബിന് പകരം ദീന് വെക്കണം. എങ്ങനെ പറയും? അവന്റെ ദീന് ദീനുഹു ദീനുഹു ദീനുഹും ദീനുക ദീനുനാ. മാഷാല്ലാ തൊയ്ബ്. ഒരാളൂടെ പറഞ്ഞേ, ഒന്നുകൂടെ പറഞ്ഞേ. ദീനുഹു ദീനുഹും. പറഞ്ഞോളൂ. ദീനുക ദീനുക്കും ദീനീ ദീനുനാ. കണ്ടോ? ഞങ്ങളുടെ ദീന്. സുബ്ഹാനല്ലാഹ്. കണ്ടോ? അപ്പൊ കിതാബ് വെച്ച് പറഞ്ഞു, ഇന്ന് നൗണ് ചേർത്തിട്ടല്ലേ, കിതാബ് ചേർത്തു, ദീന് ചേർത്തു, ഇപ്പൊ റബ്ബ് ചേർത്തു അല്ലെ. അപ്പൊ അങ്ങനെ ചേർക്കുമ്പോ ഇന്ത്യയുടെ അല്ലെ, അവരുടെ കിതാബ് അല്ലെ, അവരുടെ ദീൻ, നിന്റെ ദീൻ അല്ലെ, ഇങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഒന്നുകൂടെ ഒന്ന് ചോദിക്കട്ടെ, ഞങ്ങളുടെ ദീൻ എങ്ങനെ പറയും? ഞങ്ങളുടെ ദീൻ ദീനുനാ. സുബ്ഹാനല്ലാഹ്. മാഷാഅല്ലാഹ്. അൽഹംദുലില്ലാഹ്. ത്വയ്യിബ്. ജസാക്കുമുല്ലാഹ് ഖൈറ. നിങ്ങളുടെ ദീൻ എങ്ങനെ പറയും? ദീനുക്കും. സുബ്ഹാനല്ലാഹ്. കണ്ടോ? നമുക്ക് പറയാൻ കഴിയുന്നത് എന്തുകൊണ്ടാ? വിത്ത് ടോട്ടൽ ഫിസിക്കൽ ഇന്ററാക്ഷൻ. അൽഹംദുലില്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എല്ലാവരും പറഞ്ഞേ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ്. ഇത്രയും നമുക്ക് സ്വയം പറയാൻ പറ്റുന്നില്ലേ? കഴിയുന്നില്ലേ? കഴിയുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. അതാണ് ഈ ഖുർആൻ പഠനത്തിന്റെ ഒരു എളുപ്പ വഴിയുടെ ടെക്നിക്ക്. കണ്ടോ? സുബ്ഹാനല്ലാഹ്. എന്ത് പെട്ടെന്നാ നമുക്ക് ഇത്രയും ഗ്രാസ്പ് ചെയ്യാൻ കഴിഞ്ഞത്. അതായത് ഈ യൂണിറ്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് മൊത്തം ഖുർആന്റെ 77,500 വാക്കുകളാണ്. പക്ഷെ നമുക്ക് 12,202 വാക്കുകൾ ഈ യൂണിറ്റോട് കൂടി നമ്മൾ കരസ്ഥമാക്കി കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. സുബ്ഹാനല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. കണ്ടോ? അപ്പൊ പഠിച്ച വാക്കുകൾ ഇതിലുണ്ടോ നമുക്ക് നോക്കാവോ? എല്ലാവരും റെഡിയാണോ? നമുക്ക് പെട്ടെന്ന് പോവാമേ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. റെഡി? എല്ലാരും ബോറടിച്ചെങ്കിൽ ഒന്ന് എണീറ്റൊന്ന് ഒന്ന് ചാടിയിട്ടൊക്കെ, അല്ലെങ്കിൽ ദീർഘശ്വാസം ഒന്ന് വലിച്ച് നല്ല ഡീപ്പ് എന്താണ് ഇൻഹെയിലും എക്സ്ഹെയിലൊക്കെ ഒന്ന് ബ്രീത്ത് ചെയ്താൽ നമ്മൾ നല്ല ഉഷാറാവും. അതാണ് നമ്മൾ പിക്ചറിലൊക്കെ ആദ്യം കാണിച്ചിരിക്കുന്നത്. കാരണം ഒത്തിരി സമയം കഴിഞ്ഞ് തുടങ്ങി ലേറ്റായതുകൊണ്ടാണ് ഞാൻ അതൊന്നും പറയാതെ പോയത്. നമ്മൾ ഓക്സിജൻ ശരിക്കും ബ്രെയിനിലേക്ക് പ്രവഹിക്കും. നമ്മൾ ശരിക്കും ഡീപ്പ് ബ്രീത്ത് ഇങ്ങനെ എടുക്കുകയും വിടുകയൊക്കെ ചെയ്യുമ്പോൾ ഉഷാറാവും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് എണീറ്റ് ചാടാനൊക്കെ പറഞ്ഞത്. ഓക്കെ, റെഡി? അപ്പൊ നമുക്ക് നോക്കാം. ഈ ആയത്തുകളിലേക്ക് പോകാമോ? أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين كفروا. إن الذين. الذين എന്താ അർത്ഥം? ഒരു കൂട്ടർ. എവിടെ പഠിച്ചു? നമ്മൾ ഫാത്തിഹയിൽ ഇപ്പൊ പഠിച്ചല്ലേ? സുബ്ഹാനല്ലാഹ്. മാഷാഅല്ലാഹ്. ഓക്കെ. അലൈഹിം നോക്കിയേ, അറിയാമോ? കഫറു സവാഉൻ അലൈഹിം എന്താ അർത്ഥം? അവരുടെ മേൽ അല്ലേ? ഇതിലൊക്കെ നമ്മൾ വരുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇൻഷാ അല്ലാഹ് നമ്മൾ വരുന്നുണ്ട്. എങ്ങനെയാണ് അലൈഹിം ഒക്കെ ആകുന്നത് വഴിയെ പഠിക്കുക കേട്ടോ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിക്കും. ഓക്കെ. അംലം തുൻദിർഹും. ഹും വന്നല്ലേ? ഹും എന്താ അർത്ഥം? അവർ. ഇനി മറക്കോ? ഹും മറക്കോ? ഇല്ല. ലാ എന്താ അർത്ഥം? ലാ ഇല്ല. ഓക്കെ.
ഓക്കെ മാഷാഅല്ലാ. അടുത്ത യുഅ്മിനൂന. നമുക്ക് യുഅ്മിനൂൻ മുഅ്മിനൂൻ എന്നൊക്കെ പറയുന്നതാണ് രൂപം മാറി വരുന്നത്. നമുക്ക് അതൊക്കെ വഴിയെ പഠിക്കാം. ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമഇഹിം. അലൈഹിം എന്നുള്ളതിന്റെ അല ആണ് ഇവിടെ വന്നത് അല്ലേ, മേൽ. അതൊക്കെ നമുക്ക് വഴിയെ പഠിക്കാം. അബ്സാരിഹിം ഇശാവ വലഹും അദാബുൻ അളീം. അദാബൊക്കെ നമുക്ക് അറിയാന്നുള്ളതാണ്, ശിക്ഷയാണെന്ന് അറിയാം. വ മിനന്നാസി. മിന്നെന്താ അർത്ഥം? അല്ലെ, എവിടെ പഠിച്ചു മിൻ? ഒന്ന് പറഞ്ഞേ, എവിടെ പഠിച്ചത്? അല്ലെ. അപ്പൊ മിനന്നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി. ബില്ലാഹി ബി എന്താ അർത്ഥം നമ്മൾ പഠിച്ചു അല്ലെ. ബി എന്താ? കൊണ്ട്. ഇൽ ഒക്കെ അല്ലെ, കൊണ്ട് നാമത്തിൽ എന്നൊക്കെ നമ്മൾ പഠിച്ചല്ലേ, ഇൽ. അപ്പൊ ബില്ലാഹി അള്ളാഹുൽ. വബിൽ യൗമി എന്താ അർത്ഥം? വബിൽ യൗമി എന്താ അർത്ഥം പറയും നിങ്ങൾക്ക്? യൗം എന്താ അർത്ഥം? ദിവസത്തിൽ. മാഷാ അല്ലാഹ്. ആഖിരി വമാഹും. ഹും എന്താ അർത്ഥം? അവർ. യുഖാദിഊന അല്ലാഹ വല്ലദീന. എന്താ അല്ലദീന? വല്ലദീന യാതൊരു കൂട്ടർ. ആമനു വമാ യഖ്ദഊന ഇല്ലാ അൻഫുസഹും വമാ യശ്ഉറൂൻ ഫീ ഖുലൂബിഹിം മർദുൻ ഫസാദഹും അല്ലാഹു മർദ വലഹും. വലഹും ഹും നമുക്ക് എടുക്കാവർ അല്ലേ. അദാബുൻ അലീമും ബിമാ കാനു ബി. അപ്പൊ നമുക്ക് അവിടെ കുറെ വാക്കുകൾ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്നുണ്ട് അല്ലെ, നമുക്ക് മനസ്സിൽ പതിയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. വഇദാ ഖീല ലഹും. ലഹും ഹും അവരാണ്. ലാ തുഫ്സിദു ഫിൽ അർദി ഖാലു ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ. സാലിഹൂൻ അല്ലെ പറയുന്നത് പോലെയൊക്കെ വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ എങ്ങനെയാണ് നമുക്ക് രൂപം മാറുന്നതെന്ന് വഴിയെ മനസ്സിലാക്കാം. ഇപ്പൊ ഇത്രയും വാക്കുകൾ നമുക്ക് കാണുമ്പോൾ അറിയുന്നുണ്ട്. കണ്ടോ, ഇന്നല്ലദീന അല്ലദീന അലൈഹിം. കണ്ടോ, ഈ വാക്കുകളൊക്കെ പച്ച കണ്ടോ, കൂടുതൽ പച്ച മിന്നി തെളിയുന്നുണ്ടല്ലേ. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പൊ ഇതിന്റെ ഒരു കുദ്റത്താണല്ലേ, നമുക്ക് ഓരോ ആഴ്ചകൾ കഴിയുന്തോറും വാക്കുകളുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കും ബിഇദ്നില്ലാഹ്. എന്താണ്? നിങ്ങളുടെ പ്രാർത്ഥന വേണം, പഠനം വേണം അല്ലെ. നിയ്യത്ത് കറക്റ്റ് ആയിരിക്കണം, നമ്മുടെ പ്രാർത്ഥന വേണം, പക്ഷെ അധ്വാനവും ഒപ്പം. നിങ്ങളുടെ അധ്വാനം ഉണ്ടെങ്കിൽ നമ്മുടെ ഈ പച്ചകളുടെ എണ്ണം അല്ലെ ഓരോ വരികളിലും നിങ്ങൾക്കിനി കൂടി വരും. സുബ്ഹാനല്ലാഹ്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായോ? ഫാത്തിഹ കംപ്ലീറ്റ് ആയി. നിങ്ങൾ ഇത് പഠിച്ചത് പരസ്പരം ഡിസ്കസ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ കൂട്ടുകാരികളുമായിട്ടോ അല്ലെങ്കിൽ മക്കളെടുത്തോ ഇന്നതാണ് പഠിച്ചത് നിങ്ങളൊന്ന് ചർച്ച ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നും സ്വീകരിക്കട്ടെ ഈ ഓരോ കർമ്മങ്ങളും. അള്ളാഹു നമ്മുടെ എന്താണ് തുലാസ് കനം തൂടുന്ന ഭാരമുള്ള അമലുകളാക്കി പരലോകത്ത് നമുക്കത് മാറ്റി തരുമാറാകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും നമ്മളെ വിജയികളുടെ കൂട്ടത്തിലാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു പറഞ്ഞ പ്രതീക്ഷ എന്താണോ നമ്മോട് കൽപ്പിച്ചത് അതനുസരിച്ച് ജീവിക്കാനും മനസ്സിലാക്കാനും ജീവിക്കാനും അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള നൽകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. നമുക്ക് വൈൻഡപ്പ് ചെയ്യാല്ലേ, നിർത്താലോ? എന്താണ്, എല്ലാവർക്കും ക്ലിയർ ആണ്? എന്തെങ്കിലും ഡൗട്ട് വല്ലതും ഉണ്ടോ? നിങ്ങൾക്കുള്ള ടൈമാണ്. ഗ്രൂപ്പ് ലിങ്ക് ഇടാൻ പറ്റുമോ മിഷ്കാത്തില്? എന്താ മനസ്സിലായല്ലോ? ലിങ്ക് ഇടാൻ പറ്റുമോ ഗ്രൂപ്പിൽ ജോയിൻ ആവാൻ വേണ്ടിട്ട്? ആ ലിങ്ക് ഒന്ന് മിഷ്കാത്തിൽ അയച്ചു തരാൻ പറ്റുമോ? ജോയിൻ ആവാനായിട്ടോ? അത് ശരി. ഞാൻ ഉണ്ടായിരുന്നു, ലെഫ്റ്റ് ആയി പോയിനെ. ഇത് വേറെ ലിങ്ക് ഒന്ന് കയറിയതാണ്. ആണോ? അപ്പൊ ഇതുവരെ അടിച്ചിട്ടില്ലായിരുന്നല്ലേ? ഓ, നമ്മുടെ അണ്ടർസ്റ്റാൻഡ് മിഷ്കാത്ത് അണ്ടർസ്റ്റാൻഡിൽ കയറണം അല്ലെ? ഗ്രൂപ്പിൽ എനക്കും മിഷ്കാത്തിൽ കേറണം. എനിക്ക് ഞാൻ കേറിയിട്ടില്ല, എനിക്ക് നമ്പർ കിട്ടിയിട്ടില്ല. അതുപോലെ ഇപ്പൊ ഞാൻ ക്ലാസ് കേട്ടത് അൽഹംദുലില്ലാ ഞാൻ വീട്ടിലേക്ക് വരുമ്പോ വണ്ടിന്നാ കേട്ടത്. അൽഹംദുലില്ലാ. എന്നാലും അതുകൊണ്ട് ഒന്നും മറുപടി പറയാൻ പറ്റിയില്ല. അൽഹംദുലില്ലാ. അപ്പൊ ഇപ്പൊ മനസ്സിലായി അൽഹംദുലില്ലാ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ക്ലാസ്സിലേക്ക് കയറണം, പഠിക്കണം എന്നാണ് പറയുന്നത് അല്ലെ? അതെ, ഞാൻ നല്ല ക്ലിയർ ആവുന്നുണ്ട്. തുടർന്ന് പോകണമെന്നുണ്ട്. ലിങ്ക് വേണമായിരുന്നു. ലിങ്ക് വേണം. ടീച്ചറെ 2:30 മണിയാകുമ്പോ ഭയങ്കര സന്തോഷാ. 2:30 മണിയാകുമ്പോ അൽഹംദുലില്ലാ.